ടൗണായതുകൊണ്ട് നമ്മൾ ഇതുവരെ നടത്തിയതിന് വിരുദ്ധമായ രീതിയിൽ വിശദീകരണം നമ്മൾ ചുരുക്കിയത് വളരെ വേഗം പോകേണ്ട ആളുകളായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും വല്ല സംശയമുണ്ടെങ്കിൽ അത് വേഗം ഉപയോഗപ്പെടുത്താമെന്ന സംഘാടകരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ വിഷയാവതരണം ചുരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വേഗം നമ്മൾ സദസ്സിന്റെ മുമ്പിലേക്ക് വന്ന് നിങ്ങൾക്ക് പ്രത്യേകം സജ്ജമാക്കിയ കസേരകൾ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുകയും, മട്ടന്നൂരിൽ നിന്ന് 2 ദിവസം മുമ്പ് നമ്മൾ നടത്തിയ ഈ തുറന്ന സംവാദം വളരെ വലിയ ജനകീയമായ പരിപാടിയിൽ വാദപ്രതിവാദത്തിനുണ്ടോ എന്നൊക്കെ ചോദിച്ച ആളുകൾ വിഷയാവതരണവും പരിപാടിയും കഴിഞ്ഞതിന് ശേഷം കാണാമെന്ന് പറഞ്ഞെങ്കിലും, സംവാദ വ്യവസ്ഥയ്ക്ക് ഇരിക്കാൻ ഡേറ്റ് തരാമെന്ന് പറഞ്ഞെങ്കിലും 10 മണി കഴിഞ്ഞപ്പോൾ അവർ കാണാനില്ല. അവരിവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവരുണ്ടെങ്കിൽ വരണം. ഇൻഷാ അല്ലാഹ് വ്യവസ്ഥ വേണമെങ്കിൽ ഈ തറമെന്ന് 10 മണിക്ക് ശേഷം നമുക്ക് ഇരിക്കാം. നാളേക്ക് വെക്കേണ്ടിയില്ല. കാരണം പകലും ഞങ്ങൾക്ക് ഒഴിവില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സംവാദം എന്നത് മുഹീദ്ദീൻ മാല തുറന്ന സംവാദം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് സംബന്ധമായ ഏത് സംശയാലുക്കൾ എവിടെയുണ്ടെങ്കിലും ഏത് കോണിലാണെങ്കിലും ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഇടിച്ചു താഴ്ത്താനോ ഇകഴ്ത്താനോ ഒന്നുമല്ല, മറിച്ച് പ്രമാണ സുബദ്ധമാണ് മുഹീദ്ദീൻ മാല എന്ന് ഈ സമയത്ത് ഒരിക്കൽ കൂടി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്, ഉദ്ഘോഷിക്കാനാണ് ഈ ഒരു മേറ്റർ നാം തെരഞ്ഞെടുത്തിട്ടുള്ളത്. ചോദ്യകർത്താക്കൾ വരുന്നതുവരെ ഒരു 4-5 ബൈത്തുകൾ ഞാനിവിടെ സംസാരിക്കുകയാണ്. ധാരാളം ശ്രോതാക്കൾ തലശ്ശേരി ടൗണിൽ ഒരുമിച്ച് കൂടിയതിനപ്പുറം നൂറുകണക്കിന് ആളുകൾ ബൈലക്സ് ക്ലാസ് റൂമിലൂടെയും അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ റേഡിയോയിലൂടെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇസ്ലാമിക് ക്ലാസ് റൂം ലോകവ്യാപകമായി നമ്മുടെ സന്ദേശം എത്തിക്കുന്ന സമസ്തയുടെ വലിയ ഒരു സേവനമായി മാറുന്ന നമ്മുടെ ഇസ്ലാമിക് ക്ലാസ് റൂം, ആ ക്ലാസ് റൂമിൽ ഇന്ന് നമ്മുടെ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ അല്ലാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. അതിന് അവസരമൊരുക്കി തന്ന ക്ലാസ് റൂമിന്റെ നമ്മുടെ നൂർ ഫൈസ് ഉസ്താദിനെ പോലുള്ള റാസൽ ഹൈമയിലെ വന്ദ്യരായ സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദിന്റെ പൊന്നോമന പുത്രൻ നൂർ ഫൈസ് ഉസ്താദിനെ പോലുള്ള നമ്മുടെ വന്ദ്യരായ അമീർ ഇരിങ്ങൂരിനെ പോലുള്ള ഒരുപാട് ആളുകൾ അല്ലാഹു അവർ ചെയ്യുന്ന ഈ സേവനം, ഈ സമുദായത്തിനു വേണ്ടി ചെയ്യുന്ന ഈ മഹത്തായ സേവനം അർഹിക്കുന്ന രീതിയിൽ സ്വീകരിക്കുകയും പ്രതിഫലാർഹമായി അല്ലാഹു സമുന്നത പദവി അതിന് പകരമായി നൽകുകയും ചെയ്യട്ടെ എന്ന് ആമുഖമായി ഞാൻ ദുആ ചെയ്യുകയാണ്. മഹാനായ ശൈഖ് ജീലാനിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുപാട് സ്ഥലങ്ങളിൽ മാലയിലെ ഒരുപാട് വരികൾ ഇവിടെ നമ്മൾ പല വേദികളിലായി വിശദീകരിച്ചതുകൊണ്ട് ആ ഭാഗം ഞാൻ ആവർത്തിക്കുന്നില്ല. മുഹീദ്ദീന്മാരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് ഒന്നിനായ ഇസ്ഹാഖ് ഫൈസി ഇവിടെ അവതരിപ്പിച്ചത്. ഇനിയും മാലയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, സംസാരിക്കേണ്ട പല വിഷയങ്ങളുമുണ്ട്. അവിടെയും ഇവിടെയും ഇന്ന് ഒറ്റക്കിരുന്നു കൊണ്ട് മാലയെ വിമർശിക്കുന്ന, ഒറ്റക്ക് നിന്നുകൊണ്ട് ഒരു എതിരാളിയുടെ മുമ്പിൽ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ മുമ്പിൽ നിന്ന് ധൈര്യമായി പറയാൻ മടിക്കുന്ന, ഭയപ്പെടുന്ന ആളുകൾ മാലയിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അനവസരത്തിൽ വിശദീകരിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രഭാഷകർ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ലക്ഷ്യം വെച്ചാണ് ഒന്നാമതായി ഞങ്ങൾ അവരെ അറുതി വരുത്തണം, അവരുടെ ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മുഹീദ്ദീൻ മാല എന്ന ഈ ശീർഷകത്തിൽ ഞങ്ങൾ ഓടി നടക്കുന്നത്. അവരെവിടെയും കാണാനില്ല, അവർ പത്തിമടക്കുകയാണ്. ഞങ്ങൾ അവരെ വളരെ വിനയത്തോടെ ക്ഷണിക്കുകയാണ്. ഏതെങ്കിലും അരവരി മുഹീദ്ദീൻ മാലയിൽ പ്രമാണ വിരുദ്ധമാണ്, ഖുർആനിന് വിരുദ്ധമാണെന്ന് പറയുന്ന ഒരു അരവരി ആർക്കും കാണിക്കാൻ സാധ്യമല്ല എന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ അവരുടെ ചരിത്രത്തിൽ കാണാം, മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി. എന്തായിരുന്നു ആ പ്രഖ്യാപനം? ഖദമി അലാ റഖബതി കുല്ലി വലിയ്യിൻ ലില്ലാഹ്, എന്റെ കാൽപാദം എല്ലാ ഔലിയാഇന്റെയും പിരടിക്ക് മുകളിലാണ് എന്ന് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ വെച്ച് 50ഓളം പ്രഗത്ഭരായ തന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട മുരീദുമാരിൽപ്പെട്ട പ്രഗത്ഭരായ ഔലിയാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ മഹാനായ ശൈഖ് ജീലാനിയുടെ മുമ്പിലുള്ള
ആ ശിഷ്യന്മാർ മുഴുവനും തന്റെ മഹത്വവും താൻ പ്രഖ്യാപിച്ച അള്ളാഹു നൽകി ആദരിച്ച ആ മഹത്വത്തെ ആദരിക്കുകയും അംഗീകരിക്കുകയും അങ്ങനെ അവരുടെ മുമ്പിൽ വിനയം പ്രാപിക്കുകയും ചെയ്തപ്പോൾ അവിടെ മാത്രമല്ല, ലോകത്തെത്രയോ പല ദിക്കുകളിലും പല രാജ്യങ്ങളിലുമുള്ള ഔലിയാക്കൾ അവരെല്ലാം ശൈഖ് ജീലാനിയുടെ ഈ മഹത്വം അംഗീകരിച്ചുകൊണ്ട് അവരൊക്കെ സംസാരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത വചനങ്ങളാണ് കഴിഞ്ഞ ദിവസം മട്ടന്നൂരിൽ വെച്ച് നാം വിശദീകരിച്ചത്. ഇത് പറഞ്ഞപ്പോൾ അതിൽ ഒരാൾ മഹാനായ ശൈഖ് ജീലാനിയുടെ ഈ മഹത്വം അംഗീകരിക്കാതിരുന്നു. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഈ പ്രഖ്യാപനം നടത്തിയ സമയത്ത് തന്റെ കാലക്കാരനായ അതുല്യ വ്യക്തിത്വത്തിന്റെ ഉടമയായ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അതുപോലെ അബുൻ നജീബ് അബ്ദുൽ ഖാദിർ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പോലുള്ള ലോകത്ത് വിശ്വപ്രസിദ്ധരായ മഹാന്മാരൊക്കെ ശൈഖ് ജീലാനിയുടെ ഈ മഹത്വം അംഗീകരിക്കുകയും അവരെല്ലാം ശൈഖ് ജീലാനിക്ക് വേണ്ടി കീഴ്പ്പെട്ടു കൊടുക്കുകയും ചെയ്തപ്പോൾ അതിൽ ഒരു മനുഷ്യൻ മാത്രം, ഒരു വലിയ മാത്രം മഹാനായ ശൈഖ് ജീലാനിയുടെ ഈ പ്രഖ്യാപനം അംഗീകരിച്ചില്ല. ശൈഖ് ജീലാനിന്റെ ഈ പ്രഖ്യാപനം ഒരു വലിയ മാത്രം അംഗീകരിക്കാത്ത സംഭവം മഹാനായ ശൈഖ് ജീലാനിയുടെ ബഹുജയിൽ, ശൈഖ് ജീലാനിയെ സംബന്ധിച്ച് പറയുന്ന ബഹുജയിൽ, ശൈഖ് ജീലാനിയുടെ ചരിത്രം പറയുന്ന ശിഷ്യഗണങ്ങളുടെ ഉദ്ധരണങ്ങളിൽ ധാരാളം കാണാം. ആ മഹത്തായ സംഭവം, ആ അത്ഭുതകരമായ സംഭവത്തിലേക്കാണ് ഖാദി മുഹമ്മദ് തങ്ങൾ തന്റെ മുഹീദ്ദീൻ മാലയിൽ വിളിച്ചുകൊണ്ടുന്നത്. അതിലൊരു ശൈഖ തെല്ലെന്ന് ചെന്നാരെ അവരെ വാലിപ്പാട്ടം നീക്കിച്ചി വെച്ചോവർ. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഖദമി അലാ റഖബതി കുല്ലി വലിയില്ലാഹ്, ഞാനെല്ലാ ഔലിയാക്കളുടെയും മുകളിലാണ് എന്ന് അള്ളാഹു നൽകിയ ആ സമുന്നതമായ പട്ടം അവിടുന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഉമ്മത്ത് മുഹമ്മദിയയിലെ മഹാരഥന്മാരായ സ്വഹാബത്ത് കഴിച്ച് മദ്ഹബിന്റെ ഇമാമുകളെ പോലുള്ള അതിപ്രഗത്ഭരായ ഏതാനും ആലിമീങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ സ്ഥാനക്കാരൻ മഹാനായ ശൈഖ് ജീലാനിയാണ്. അത് അള്ളാഹു കൊടുത്ത ബഹുമാനമാണ്. കൗടംബികമായി, വൈജ്ഞാനികമായി, അതുപോലെ അവിടുത്തെ സേവനങ്ങൾ കൊണ്ട് മാത്രമല്ല അവിടുത്തെ സമുന്നതമായ ത്യാഗപൂർണമായ ജീവിതം കൊണ്ട് സമാനമായി ഇകഴ്ത്തിയ കാരണം കൊണ്ട് അള്ളാഹു അവരുടെ ബലി വിശുദ്ധമായ കഅബ ശരീഫ് അത് കരിങ്കൽ ഭിത്തികൾ കൊണ്ട്, കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട, അത് കേവലം കരിങ്കല്ലല്ല, അത് കേവലം കരിങ്കൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കൊച്ചു ഭവനമായ കഅബാലയം. ആ അള്ളാഹു ആദരിച്ചപ്പോൾ ലോകത്തിന്റെ അട്ടതിക്കുകളിൽ നിന്നും ആളുകൾ ഒഴുകി വരുന്നവയാണ് കഅബാലയത്തിലേക്ക്. കഅബയെ പ്രദക്ഷിണം ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം ഞാൻ ഈ കഅബയെ ബഹുമാനിക്കൂല, കാരണം കഅബ കല്ലാണ്, ഞാൻ മനുഷ്യനാണ്, കല്ലിനേക്കാളും മനുഷ്യനായ എനിക്ക് ബഹുമാനമുണ്ടെന്ന് പറഞ്ഞാൽ ആ ബഹുമാനം ഇബ്ലീസിന്റെ ബഹുമാനമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, ആദമിന് സുജൂദ് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വാനലോകത്തെ കുലപതികളായ മഹാരഥന്മാരായ മലക്കുകളോടും ആ മലക്കുകളുടെ കൂടെ ഓരമ്പത്ത് ജീവിക്കുന്ന മറ്റു ആളുകളോടും അല്ലാഹു തആല ആജ്ഞാപിച്ചപ്പോൾ അല്ലാഹുവിന്റെ മഅസൂമുകളായ വിശുദ്ധരായ മലായികത്ത് മുഴുവനും ആദം നബി അലൈഹിസ്സലാമിന്റെ കാൽപ്പാദത്തിൽ വീണുകൊണ്ട് സാക്ഷാൽ നന്ദിച്ചപ്പോൾ ആ മഹാന്മാരായ മലക്കുകൾ മുഴുവനും ആദം നബിക്ക് അല്ലാഹു കൊടുത്ത ആദരവിനെ അംഗീകരിച്ചപ്പോൾ ആ മലക്കുകളുടെ കൂട്ടത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന മലക്കുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമുന്നതനായ ഒരു വ്യക്തി ഇബ്ലീസ് എന്ന ആ മനുഷ്യന് ആ ജിന്നുവർഗത്തിൽപ്പെട്ട ജാന്യവർഗമാണെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഇബ്ലീസ്
ഇബ്ലീസ് മാത്രം അതിന് സമ്മതിക്കാതിരിക്കുന്നപ്പോൾ അയാളെ സമ്മതിക്കാൻ പ്രേരിപ്പിച്ച ഘടകം, അയാളെ വിസമ്മതിക്കാൻ പ്രേരിപ്പിച്ച ഘടകം മറ്റൊന്നുമല്ല. ഞാൻ പ്രകാശത്താൽ അല്ലെങ്കിൽ തീയാൽ പടക്കപ്പെട്ടവനാണ്, ആദം മണ്ണുകൊണ്ടും പടക്കപ്പെട്ടവനാണ്. ഞാൻ ആകാശത്താണ്, ആദം ഭൂമിയിലാണ്. ഞാൻ മലായിക്കത്തിന്റെ കൂടെയാണ്, ആദം കേവലം ഭൂമിയിൽ മനുഷ്യന്മാരായിട്ടാണ് ജീവിക്കാൻ പോകുന്നത് എന്ന ന്യായം പറഞ്ഞുകൊണ്ടായിരുന്നു പരിശുദ്ധ ഖുർആൻ പറയുന്നു, അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അയാൾ അതിനെ അംഗീകരിച്ചില്ല, അയാളെ എന്നേക്കുമായി ഇകഴ്ത്തപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. മാത്രമല്ല, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ വലിയൊരു വലിയ, ആ വലിയനെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നബഅല്ലദീ ആതൈനാഹു ആയാതിനാ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിന്റെ 175-ാമത്തെ വചനത്തിൽ കാണാം, നമ്മുടെ ദൃഷ്ടാന്തം നൽകപ്പെട്ടവരായ ബൽആം എന്ന് പറയുന്ന വ്യക്തി, അള്ളാഹു പറയാണ്, എന്റെ ദൃഷ്ടാന്തം, എന്റെ ആയത്തുകൾ ഞാൻ നൽകിയവരാണ് ബൽആം എന്ന്. എന്താണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എന്നറിയുമോ? അള്ളാഹു ഈ ബൽആമിന് കൊടുത്ത ബഹുമാനം എന്താണ്? മഹാന്മാരായ മുഫസ്സിറുകൾ ഒഴികെ ഈ അഅറാഫിന്റെ 175-ാമത്തെ വചനത്തെ വിശദീകരിക്കുന്നത് കാണാം. ഒരു ഉയർത്ത അങ്ങ് കണ്ണുയർത്തിയാൽ അത് നോക്കുന്ന ആ മനുഷ്യൻ കാണുന്നത് അള്ളാഹുവിന്റെ ലൗഹാണ്. എന്റെ കണ്ണെപ്പോഴും അല്ലാഹു തആല അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും കൊടുക്കുന്ന ബഹുമാനമാണത്. ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അസ്ഥിരേ ഉള്ളോവർ. ആകാശങ്ങളിൽ സഞ്ചരിക്കുന്ന, ഭൂമിയുടെ ആഴങ്ങളിൽ സഞ്ചരിക്കുന്ന, ഭൂമി മുഴുക്കെ വളരെ നിമിഷനേരം കൊണ്ട് സഞ്ചരിക്കുന്ന അല്ലാഹുവിന്റെ മഹാന്മാരായ ആളുകളുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ ഒരു നോട്ടം നോക്കിയാൽ അല്ലാഹുവിന്റെ ലൗഹ് കാണാൻ സാധിക്കുമെന്ന് ശൈഖ് ജീലാനി പറയുമ്പോൾ, അത് പുലഭ്യത്തോടെ കാണുന്ന ആളുകൾ, അസഭ്യത്തോടെ അതിനെപ്പറ്റി സംസാരിക്കുന്ന ആളുകൾ, വളരെ മോശമായി വളരെ നികൃഷ്ടമായി അവതരിപ്പിക്കുന്ന ആളുകൾ കേട്ടോളൂ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്ത് അഅറാഫിന്റെ 175-ാമത്തെ വചനത്തിലൂടെ, വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ. ഞാൻ ആദരിച്ചൊരു വ്യക്തിയുണ്ട്, ഞാൻ എന്റെ ദൃഷ്ടാന്തങ്ങൾ കൊടുത്ത വ്യക്തി. ആ മനുഷ്യന് ഞാൻ കൊടുത്ത ദൃഷ്ടാന്തമെന്നാണ് മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നു. അദ്ദേഹം നോക്കിയാൽ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി ഇൽമു പറയാൻ കഴിവുള്ളവരായിരുന്നു. മാത്രമല്ല, 12,000 ശിഷ്യന്മാർ തന്റെ പിന്നാലെ മഷിക്കുപ്പി പിടിച്ച് നടന്നിരുന്നു എന്ന് മുഫസ്സിറുകൾ ഈ മനുഷ്യനെ വ്യാഖ്യാനിക്കുമ്പോൾ, ഈ മനുഷ്യനെ അവതരിപ്പിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സർവ്വ മുഫസ്സിറുകളും രേഖപ്പെടുത്തുമ്പോൾ എന്താണ് അവസാനം അദ്ദേഹത്തിനുണ്ടായെന്നറിയോ? അദ്ദേഹം ഒരു മനുഷ്യനെ അംഗീകരിച്ചില്ല, അല്ലാഹു ബഹുമാനിച്ചതിനെ അംഗീകരിച്ചില്ല. അത് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസ നബിനെ ബഹുമാനിക്കാതെ മൂസ നബിനോട് അദ്ദേഹം നിസ്സാരത കാണിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്വാൻ വകാന മിനൽ ഗാവീൻ. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇകഴ്ത്തിയ ഒരൊറ്റ കാരണം കൊണ്ട് ആ മനുഷ്യൻ എന്നേക്കുമായി അദ്ദേഹത്തിന്റെ വിലായത്ത് പട്ടം ഞാൻ നീക്കിക്കളഞ്ഞു, വളരെ മോശമായ അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ ബൽആമിനെ പറ്റി വിശദീകരിച്ചതുപോലെ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം അംഗീകരിക്കാത്ത അബൂബക്കർ എന്ന് പറയുന്ന ഒരു വലിയനെ സംബന്ധിച്ച് പറയുകയാണ്, ഞാൻ എല്ലാ ഔലിയാക്കളുടെയും മേലെയാണ്, എന്റെ കാല് അവരുടെ പിരടിയിൽ മേലെയാണ് എന്ന് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞപ്പോൾ ലോകത്തിന്റെ അട്ടദിക്കുകളിലുള്ള എല്ലാ ഔലിയാക്കളും അതിനെ അംഗീകരിച്ചപ്പോൾ ഒരു വലിയ മാത്രം അതിനെ അംഗീകരിച്ചില്ല. ഇല്ല അബൂബക്കർ വലി എന്ന പേരിൽ വിശ്രുതനായ ഒരു പണ്ഡിതൻ അതിനെ അംഗീകരിക്കാതെ വന്നപ്പോൾ അവരെ ബലിപട്ടം ദിക്കിച്ചു വെച്ചോവർ.
മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം അംഗീകരിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിലായത്തിന്റെ പട്ടം എടുത്തു നീക്കിക്കളഞ്ഞു എന്നതാണ്. അങ്ങനെ വിലായത്തിന്റെ പട്ടം അല്ലാഹു തആല മഹത്തുക്കളെ ആദരിക്കാത്തതുകൊണ്ട് നീക്കിയതിന്റെ വിശുദ്ധ ഖുർആനിലെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. രണ്ട് സംഭവങ്ങൾ, ബൽആമിന്റെ സംഭവം, അതുപോലെ ആദം നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കാത്തതുകൊണ്ട് എന്നേക്കുമായി നികൃഷ്ടനായ ഇബ്ലീസിന്റെ സംഭവം. ഇത് രണ്ടും വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ, അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളെ, ആ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അള്ളാഹു കൊടുക്കുന്ന ആദരവിന്റെ ഭാഗമാണത്. അതിനെ ഒരാൾ അംഗീകരിച്ചാൽ, അതിനെ ഒരാൾ അംഗീകരിക്കുന്നതുകൊണ്ട് അത് ഇസ്ലാമിക വിരുദ്ധമാണ്, അല്ലെങ്കിൽ അത് യോജിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇസ്ലാമിനെ പറ്റിയുള്ള അജ്ഞതയാണെന്നാണ് അവരോട് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നമ്മുടെ മൈക്ക് പോയിന്റിന് മുമ്പിലേക്ക് വരാം. നിങ്ങൾ സംശയം തീർത്തിട്ടേ പോകണ്ടുള്ളൂ. സംശയാലുക്കളായി ആരും ഇവിടുന്ന് പോകേണ്ടയില്ല. മാത്രമല്ല ആരെയും ഇകഴ്ത്തിയുള്ള ഒരു സംവാദമൊന്നുമല്ല ഇത്, മറിച്ച് പരമാവധി അവരവരെ വ്യക്തിസ്വാതന്ത്ര്യവും ബഹുമാനവും തന്നുകൊണ്ട് നിങ്ങളെ സംശയം ദൂരീകരിക്കുവാൻ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സംസാരം ശ്രവിക്കുന്ന ആരെങ്കിലും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരം നീട്ടുന്നത് ചോദ്യകർത്താക്കൾ ആരും ഇവിടെ വരാത്തത് കൊണ്ടാണ്. ആരെങ്കിലും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത് സുന്നിയാവണം മുജാഹിദാവണം എന്നൊന്നും ആർക്കും ചോദിക്കാം. രണ്ടാമത്തത്, മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ അവരെ സംബന്ധിച്ച് വീണ്ടും ബഹുജയിൽ പറയുന്നത് കാണാം. വേദം വീലങ്കി പാറവാൻ മടിച്ചാരെ വേദാംബർ അവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവർ ജനിച്ചത് ഇറാഖിലാണ്. ഇറാഖിലെ ഭാഷ അറബിയായിരുന്നില്ല അന്ന്. മഹാനായ ശൈഖ് ജീലാനിയുടെ പ്രബോധന കേന്ദ്രം ബഗ്ദാദിലാണ്. ബഗ്ദാദിലെ ഭാഷ അറബിയായിരുന്നു. ശൈഖ് ജീലാനി തങ്ങൾ ബഗ്ദാദിൽ വെച്ച് ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി ഇറങ്ങുന്നതിന് പകരം അവിടെയുള്ള ആലിമീങ്ങളോടും അവിടെയുള്ള ജനങ്ങളോടും അറബിയിൽ സംസാരിക്കാനുള്ള തന്റെ നൈപുണ്യക്കുറവ് കൊണ്ടും അറബികളായ ആളുകളോട് മഹാനായ ശൈഖ് ജീലാനിക്ക് സംസാരിക്കാൻ സമ്മതിക്കാൻ ഭാഷാപരമായ ഒരു കുറവ് അനുഭവപ്പെട്ട് മടിച്ചു നിൽക്കുന്ന നേരം മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീ തങ്ങളുടെ ഹദറത്തിലേക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് മഹാനായ ശൈഖ് ജീലാനിയുടെ വായി തുറന്ന് തുപ്പിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മഹാനായ ഖാദി മുഹമ്മദ് തങ്ങൾ തന്നെ സുപ്രസിദ്ധമായ മുഹീദ്ദീൻ മാലയിലൂടെ വിശദീകരിക്കുകയാണ്. വേദം വീലങ്കി പാറയാൻ മാടിച്ചാരെ. വേദം കൊണ്ടുദ്ദേശിക്കുന്നത് ഖുർആനാണ്. വേദം എന്ന ഖുർആൻ കൊണ്ട് മഹാൻ ഉദ്ദേശിക്കുന്നത് ഖുർആൻ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഇസ്ലാമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടി മൂപ്പര് മടിച്ചു. മടിക്കാൻ കാരണം ബഗ്ദാദിലുള്ള ജനങ്ങളോട് തന്റെ ഭാഷ എത്രത്തോളം വഴങ്ങുമെന്ന മടിയായിരുന്നപ്പോൾ വേദാംബർ അവർമായി തുപ്പിക്കൊടുത്തോവർ. വേദാംബർ എന്നത് വേദക്കാരൻ എന്നാണ് അർത്ഥം. വേദക്കാരൻ തകഴിയുടെ ചെമ്മീൻ എന്ന പുസ്തകത്തിൽ പോലും കാണാം. 4-ാം വേദക്കാരൻ എന്ന മാപ്പിളയെ അഭിസംബോധന ചെയ്തിട്ട് കറുത്തമ്മയെയും അതുപോലെ തകഴിന്റെ പരീക്കുട്ടിയെ സംബന്ധിച്ച് കറുത്തമ്മയോട് തകഴി തമ്മിലുള്ള സംസാരം തകഴി അവതരിപ്പിക്കുന്നത് തകഴിയ സോറി ഇത് തലശ്ശേരിയാണല്ലോ, ഗുണ്ടർട്ടിന്റെ നാട്ടാണ്. ഗുണ്ടർട്ട് എന്നത് മലയാള ഭാഷയ്ക്ക് വലിയ സേവനം നൽകിയ ആളാണ്. അതുപോലെ ഒരുപാട് സാഹിത്യകാരന്മാർ വിലസിയ മണ്ണാണ് നമ്മുടെ മണ്ണ്, തലശ്ശേരിയുടെ മണ്ണ്. തകഴി അദ്ദേഹം 4-ാം വേദക്കാരൻ എന്നാണ് പരീക്കുട്ടിയെ പറ്റി പരാമർശിക്കുന്നത്. വേദാംബർ എന്നത് അത് തമിഴാണ് ഭാഷ, വേദക്കാരൻ എന്നാണ് അർത്ഥം. ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തങ്ങൾ വേദവുമായി വന്ന അവസാന വേദക്കാരൻ. വേദാംബർ അവർ വായി തുപ്പിക്കൊടുത്തോവർ. മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീ തങ്ങൾ അവരുടെ വായിൽ മഹാനായ ശൈഖ് ജീലാനി തുപ്പിക്കൊടുത്തു എന്ന് ഖാദി മുഹമ്മദ് തങ്ങൾ പറഞ്ഞത് ശൈഖ് ജീലാനിയുടെ ജീവിതത്തിലെ ഒരു ചരിത്രമാണ്.
നേരത്തെ ഞാൻ ഉദ്ധരിച്ച ചരിത്രം. ഈ ചരിത്രം മഹാനായ നൂറുദ്ദീൻ ശത്രുനൂഫി തങ്ങൾ ശൈഖ് ജീലാനിയുടെ ശിഷ്യന്റെ ശിഷ്യനായ നൂറുദ്ദീൻ ശത്രുനൂഫി റളിയല്ലാഹു അൻഹു ബഹജയുടെ 57-ാമത്തെ പേജിൽ വളരെ കൃത്യമായി വിശദീകരിക്കുന്നത് കാണാം. വളരെ കൃത്യമായി ആ സംഭവം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. يقول على الكرسي رأيت رسول الله قبل الظهر يوم الثلاثاء 16 من شوال سنة 21 و500 ഹിജ്റ 521 വർഷം ശവ്വാൽ മാസം 16-ാം തീയതി ചൊവ്വാഴ്ച ദിവസം ളുഹർ നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനൊരു കസാലയിൽ ഇരിക്കവേ മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കണ്ടു. എന്നിട്ട് തങ്ങളവരോട് പറയാണ്, യാ ബുനയ്യ ലിമാ ലാ തതകല്ലം, എന്റെ മോനെ എന്താണ് സംസാരിക്കാത്തത്, എന്താണ് ജനങ്ങളോട് വഴക്ക് പറയാത്തത്, എന്താണ് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത് എന്ന് എന്നോട് എന്റെ പിതാമഹനായ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളവർ സംസാരിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ശൈഖ് ജീലാനി പറഞ്ഞു, യാ അബതാ അന റജുലുൻ അജമിയ്യൻ കൈഫ അതകല്ലമു അലാ ഫുസഹാഇൽ അറബി ബിബഗ്ദാദ്, എനിക്ക് അറബി വേണ്ടത്ര അറിയില്ലല്ലോ, അറബി സംസാരിക്കുന്നതിൽ എനിക്ക് നൈപുണ്യമില്ലല്ലോ, അറബ് സാഹിത്യ സാമ്രാട്ടുകളായ പടുക്കൽ ജീവിക്കുന്ന ഈ ബഗ്ദാദിൽ എങ്ങനെയാണ് ഞാൻ സംസാരിച്ചു തുടങ്ങേണ്ടത്, അതുകൊണ്ടാണ് എന്റെ പിതാവേ ഞാൻ സംസാരിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, വായി തുറക്ക് മുഹിയുദ്ദീനെ. ഞാൻ വായി തുറന്നു. 7 തവണ എന്റെ വായിൽ തുപ്പി തന്നു. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളോട് പോയി സംബോധനം ചെയ്യൂ. എന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് വയന്നു പറയൂ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് സംസാരിച്ചു എന്ന് മഹാനായ ശൈഖ് ജീലാനി പറഞ്ഞതാണ് ഖാദി മുഹമ്മദ് സുന്ദരമായി മാലയിൽ അവതരിപ്പിച്ചത്. ഖാദി മുഹമ്മദിന്റെ ഓരോ വരികളും ഏതാണ്ട് 1 പേജ് നീണ്ടു നിൽക്കുന്ന ബഹജയിലെ വരിയാണ്, 1 പേജ് ആശയമാണ് മഹാനായ ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന വിശ്വസാഹിത്യകാരൻ, പണ്ഡിതൻ, അതുല്യനായ കേരളത്തിന്റെ ഖാദി 1 വരിയിലൂടെ ആശയം അവതരിപ്പിച്ചത്. നോക്കൂ നിങ്ങള്, വേദം വീളങ്ങി പറവാൻ മടിച്ചാരെ വേദാംബർ അവർ വായിൽ തുപ്പിക്കൊടുത്തോവർ. ഓരോ ഓരങ്ങളിലും മൂലകളിലും പോയി മുഹീദ്ദീൻ മാലയുടെ കഷ്ടങ്ങൾ വരികളെടുത്തുകൊണ്ട് ഇത് ശിർക്കാണ്, ബിദഅത്താണ്, ഖുറാഫാത്താണെന്ന് പ്രസംഗിക്കുകയും പീഡിക തുമ്പിലിരുന്നു കൊണ്ട് കസർത്തടിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും വഹാബി അരിമക്കൾ എന്റെ ഈ സംസാരം എവിടെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ വെളിച്ചത്തേക്ക് വിളിക്കുകയാണ്, അവർ ഞാൻ ഞങ്ങളുടെ ഒരുക്കിയ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മുഹീദ്ദീൻ മാലയിലെ ഏതെങ്കിലും ഒരു വരി പ്രമാണത്തിന് വിരുദ്ധമാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇവിടെ വഹാബികൾക്ക് 2 ചോദ്യമുണ്ട്. ഒന്ന്, മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവர்களോട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വന്ന് സംസാരിച്ചു? ശൈഖ് ജീലാനി ജനിക്കുന്നതിന്റെ ഏതാണ്ട് 4 നൂറ്റാണ്ട് മുമ്പ് വഫാത്തായി പോയ പൊന്നാര നബി എങ്ങനെയാണ് ശൈഖ് ജീലാനിയുടെ മുമ്പിൽ വന്ന് സംസാരിച്ചത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അതിന് 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, സ്വപ്നത്തിൽ പറയാം. അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാമല്ലോ, അള്ളാഹുവിനെ സ്വപ്നം കാണുന്ന ആളുകളുണ്ട്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ 100 തവണ സ്വപ്നം കണ്ടിട്ടുണ്ട്. 100 തവണ അള്ളാഹുവിനെ സ്വപ്നം കാണാം, നമുക്കൊക്കെ കാണാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. സ്വപ്ന ലോകത്തിന്റെ വ്യാഖ്യാന ലോകത്തെ ഇതിഹാസ ചക്രവർത്തിയായിരുന്ന മഹാനായ സ്വപ്നവ്യാഖ്യാതാവ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു, ഈജിപ്തിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത്. ഹസൻ അൽ ബസരിയുടെ കാലക്കാരനാണ്. 80ഓളം സ്വഹാബത്തിനെ കണ്ട പ്രമുഖനായ താബിഈ വര്യനായ മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ തഅബീറുൽ മനാം എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിന് സ്വപ്നം കണ്ടാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞാൻ പറഞ്ഞു തരാം. വഹാബി കുട്ടികൾക്ക് സംശയം, ഇങ്ങോട്ട് വരൂ, പ്രമാണത്തിന്റെ മുമ്പിലേക്ക് വരൂ. മാത്രമല്ല ഇനി സ്വപ്നത്തിലല്ല, നേരിട്ട് യഖ്ലത്തിൽ ഉണർവിൽ തന്നെ 400 കൊല്ലം മുമ്പ് വഫാത്തായി പോയ നബി ഈ ഭൂമിയിലേക്ക് വരാമോ
ഇസ്ലാമിക പ്രമാണം പറയുന്നവരാം. ഷേഖ് ജീലാനി അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടത് സ്വപ്നത്തിലാണെന്നതിന് ഒരു തെളിവുമില്ല. മറിച്ച് റഅയ്തു റസൂലല്ലാഹ്, ഞാൻ നബിനെ കണ്ടു എന്നാണ് പറയുന്നത്. അതിന്റെ പ്രത്യക്ഷം നബിനെ നേരിട്ട് കാണാനാണ് സാധ്യത പറയും. രണ്ടിനും സാധ്യതയുണ്ടെങ്കിൽ രണ്ടും പ്രമാണം അംഗീകരിക്കുന്നുണ്ട്. മരണപ്പെട്ടുപോയ മുൻകാലക്കാരായ ആളുകളെ വീണ്ടും അവർക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ കഴിയുമോ? അവർക്ക് പ്രവൃത്തി ലോകമുണ്ടോ? അവർക്ക് പ്രവൃത്തി ലോകത്ത് വല്ല സ്വാധീനവുമുണ്ടോ? ഇസ്ലാമിക പ്രമാണം എന്ത് പറയുന്നു? ഞാൻ പറയണ്ട, സമസ്തക്കാര് പറയണ്ട, ഇസ്ലാമിക പ്രമാണം എന്ത് പറയുന്നു? നിങ്ങളറിയോ, ഇന്ന് ഞാൻ ഇവിടത്തേക്ക് വന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ നിന്നാണ്. അവിടെ വെച്ച് ഞങ്ങളൊരു പരസ്യ സംവാദത്തിന് മുജാഹിദുകളുമായി ഇരുന്നപ്പോൾ പരിശുദ്ധമായ ഫത്ഹുൽ ബാരിയിലെ ഒരു വരി എടുത്തുകൊണ്ട് ഒരു അടിമയോടും സഹായം തേടപ്പെടാൻ പറ്റൂല എന്ന് ദുർവ്യാഖ്യാനം നൽകിയിട്ട് ഒരു വാക്യം ഫത്ഹുൽ ബാരിയിൽ നിന്നെടുത്ത് അനവസരത്തിൽ ഉദ്ധരിച്ചപ്പോൾ ഉടനെ ഞങ്ങൾ കൊടുത്തു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മറുപടി പോയി, അഊദു ബിറസൂലില്ലാഹ്, നബിയേ നിങ്ങളോട് ഞാൻ കാവലിനെ തേടുന്നു, നബിയേ അല്ലാഹുവിനോട് കാവലിനെ തേടുന്നു എന്നല്ല, അഊദു ബില്ലാഹ് എന്ന് നാം പറയുന്നത് പോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് മുഅ്മിനീങ്ങൾ മുഴുവനുടെ ചുണ്ടിലൂടെ എല്ലാ ദിവസങ്ങളും പറയുന്നത് പോലെ അഊദു ബിറസൂലില്ലാഹ്, നബിയേ നിങ്ങളോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് ഒരു സഹാബി വര്യൻ റസൂലുള്ളാഹിനോട് പറഞ്ഞ സംഭവം. ഒരു സഹാബി വര്യൻ റസൂലുള്ളാഹിനോട് പറഞ്ഞ സംഭവം സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചു. ഒരർഫ് വേണ്ടിയില്ല. രണ്ടാമത് മൂന്നാമത് നാലാമത് റൗണ്ടിലൊക്കെ ഞങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞപ്പോഴും ഒരു ഹർഫ് മിണ്ടുന്നില്ല. മട്ടന്നൂരിൽ വെച്ച് ഒച്ചപ്പാടാക്കാൻ ശ്രമിച്ച് മുങ്ങിക്കളഞ്ഞ മുജാഹിദ് സുഹൃത്തുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരിവിടെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളിങ്ങോട്ട് കടന്നു വരണം. നിങ്ങൾക്ക് പറഞ്ഞുതരാം പ്രമാണം. അഊദു ബിറസൂലില്ലാഹ്, മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുകയാണ്. ഒരു സഹാബി വരൻ റസൂലുള്ളാഹിനോട് ഒന്ന് പറഞ്ഞത്. വഹാബികളുടെ ആശപ്രകാരം അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യം അള്ളാഹുവിനോടല്ലേ ഔദു ബില്ലാഹ് എന്ന് പറയലേ? ഔദു ബിറസൂലില്ലാഹ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ അള്ളാഹിനോട് ചേർത്ത് ശിർക്കായില്ലേ? അപ്പൊ സഹാബി ശിർക്കാക്കണം, ഒന്ന് മുശ്രിക്കാക്കണം. രണ്ട്, അത് കേട്ടിട്ട് അത് പറയരുത്, മുശ്രിക്കാകും, നീ മുശ്രിക്കായി പോകും, ശിർക്കിലായി പോകുമെന്ന് പറയാത്ത മുത്തുനബിയും മുശ്രിക്കാണ്ടി വരും. അപ്പൊ നബിയും സാഹബത്തൊക്കെ നരകത്തിലേക്കും. നമ്മൾ കുറച്ച് ആളുകൾ മുബഹിദ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അതിന്റെ അനുഭവം? പടച്ച റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ അപകടം നിറഞ്ഞ മഹാപൊട്ടത്തരമാണ് വഹാബികൾ ആ ആശയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു സംഭവമാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള സഹാബി വര്യൻ, തങ്ങളടക്കമുള്ള പല പ്രവാചകന്മാരും അവരുടെ വഫാത്തിന് ശേഷം അവർ പല പ്രവൃത്തികളും നടത്തിയ സംഭവങ്ങൾ, അവരിവിടെ ഇറങ്ങി വരികയും ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്ത സംഭവങ്ങൾ ധാരാളം ഹദീസുകൾ കൊണ്ട് പറയാൻ സാധിക്കും. ഒന്നും രണ്ടുമല്ല. ഏത് ഹദീസ് വഹാബികൾ ഉദ്ദേശിക്കുന്നത് പോലെ ലൈഫായ ഹദീസുകളൊന്നുമല്ല. മട്ടന്നൂരിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ സുലൈമാൻ നബിന്റെ സംഭവം ധരിച്ചപ്പോൾ സുലൈമാൻ നബിക്ക് 99 തവണ ജനാബത്തുണ്ടായ സംഭവം ധരിച്ചപ്പോൾ അത് ലൈഫാന്ന് പറഞ്ഞിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അത് സഭ വിരിഞ്ഞപ്പോഴാണ് ആരോ ഉണർത്തിയത്. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ബുഖാരിയിലുള്ള ഹദീസ് ഒരു സ്ഥലത്തല്ല, ബുഖാരിയിൽ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചുദ്ധരിച്ച ഹദീസ്. ആ ഹദീസിനെ പറ്റിയാ പറയാൻ ലൈഫ് എന്ന്. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ് എന്ന് ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നത്. സഹീഹ് മുസ്ലിമിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉരിദ അലയ്യൽ അംബിയാഉ, എനിക്ക് അംബിയാക്കളെ കാണിപ്പിക്കപ്പെട്ടു, എനിക്ക് അംബിയാക്കളെ കാണിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്. എന്റെ മുഅ്മിനീങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കാണിക്കപ്പെട്ട അംബിയാക്കൾ? നബി ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയവരാണല്ലോ അംബിയാക്കൾ. ചുരുങ്ങിയത് റസൂലുള്ളാഹിന്റെ തൊട്ട് മുമ്പ് വന്നത് ഈസ നബിയാണ്.
ഈസ നബിയുടെയും പ്രവാചകരുടെയും ഇടയിൽ മാത്രം 600ഓളം കൊല്ലത്തിന്റെ ഗ്യാപ്പുകളുണ്ട്. അതിനു മുമ്പാണ് സർവ്വ പ്രവാചകന്മാരുമെങ്കിൽ ആ അമ്പിയാക്കളെ എനിക്ക് കാണിക്കപ്പെട്ടു, എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടു. കേവലം സ്വപ്നത്തിലല്ല, കേവലം ആകാശത്തിൽ മാത്രമല്ല. നിങ്ങൾ കേട്ടോളൂ, സ്വപ്നത്തിൽ കണ്ടു അല്ലെങ്കിൽ ആത്മാക്കളെ കണ്ടു എന്നല്ല. മഹാനായ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞാൻ അങ്ങനെ കണ്ടപ്പോൾ മൂസാ നബിനെ ഞാൻ കണ്ടു. ഗോത്രത്തിൽപ്പെട്ട ആളുകളെ പോലെയാണ് മൂസാ നബിയുടെ ശാരീരിക പ്രകൃതി. ഓരോ നാട്ടിലും ഓരോ ആളുകൾക്ക് വ്യത്യസ്തമായ ശാരീരിക പ്രകൃതി ഉണ്ടാവും. മക്കത്ത് ഹജ്ജിന് പോയാലും ഉംറക്ക് പോയാലൊക്കെ കാണാം, ഏത്യോപ്യക്കാർ അവിടെ ഉണ്ടാവും, അവര് വേറൊരു രീതിയിലാണ്. കേരളക്കാരെ നമുക്ക് വേഗം കണ്ടാൽ തിരിയും, ചൈനക്കാരെ വേഗം കണ്ടാൽ മനസ്സിലാകും. അവർക്കൊക്കെ വ്യത്യസ്തമായ രൂപമാണെങ്കിൽ ശനൂആ ഗോത്രക്കാരെ പോലെയാണ് മഹാനായ മൂസാ നബിനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ രൂപമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ഇത് ഉറക്കത്ത് കണ്ടൊന്നുമല്ല, ഇത് ആത്മാവ് കണ്ടൊന്നുമല്ല. ആത്മാവ് കണ്ടെങ്കിൽ ശരീരം പറയാൻ കഴിയില്ലല്ലോ. മാത്രമല്ല വറഅയ്തു ഇബ്രാഹിം അലൈഹിസ്സലാം, ഈസാ നബിനെ കണ്ടു. മരിച്ചതിന് ശേഷം അല്ല, ഈസാ നബി ജീവിച്ചിരിക്കുന്നവരാണ്. ഈസാ നബി ഉടലോടെ ആകാശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഈസാ നബി ഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂൽ കാണാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാരണം അല്ലാഹുവിന്റെ റസൂൽ ഈസാ ഇബ്നു മറിയമിനെ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫൈദാ ഖറബ മൻ റഅയ്തു ബിഹി ശബഹൻ ഉർവത ബിൻ മസ്ഊദ്, ഞാൻ കണ്ടതിൽ ഏറ്റവും സാദൃശ്യമുള്ളത്, ഈസാ നബിയോട് സാദൃശ്യമുള്ളത് എന്റെ ശിഷ്യനായ ഉർവത ബിൻ മസ്ഊദിന്റെ ശാരീരിക പ്രകൃതിയാണ്. മാത്രമല്ല മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വറഅയ്തു ഇബ്രാഹിമ, ഞാൻ ഇബ്രാഹിം നബിയെ കണ്ടു. ആരാണ് ഇബ്രാഹിം നബി? ഫൈദൻ അഖറബ മൻ റഅയ്തു ബിഹി ശബഹൻ സാഹിബകും, ഇബ്രാഹിം നബി കണ്ടപ്പോൾ എന്നെ പോലെയാണ് ഇബ്രാഹിം നബി ഉള്ളത്, എന്റെ അതേ രൂപമാണ് ഇബ്രാഹിം നബിക്കുള്ളത്. ഇബ്രാഹിം നബിനെ ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. നോക്കൂ, ഒരു വഹാബിക്ക് സംശയം. എന്താ സംശയം? കൈഫ യഹുജൂന വയുലബൂന വഹും അംവാത് വഹും ഫിദ്ദാരിൽ ആഖിറ. അപ്പൊ ഇവരെവിടെയാ കണ്ടത്? ഈ ഹദീസിൽ വ്യക്തമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയപ്പോഴാണ് കണ്ടത്. ഹജ്ജിന് പോയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. ബഹുമാനപ്പെട്ട നബിയും സഹാബത്തും നടന്ന് ഹജ്ജ് ചെയ്യുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നടന്ന് ഹജ്ജ് ചെയ്യുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മക്കത്ത് ഉടലോടെ ഹജ്ജ് ചെയ്യുന്നു. ആത്മാക്കൾ കൊണ്ട് പങ്കെടുത്തു എന്നല്ല, അവർ ശാരീരികമായി വന്ന് ഹജ്ജ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അവരെ രൂപമാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവർ ഹജ്ജ് ചെയ്യുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് തൽബിയത്ത് ചൊല്ലിയിട്ട് പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. അവരുടെ ശബ്ദം ഇത്ര ഉച്ചത്തിലുണ്ടായിരുന്നു എന്നൊക്കെ വിശദീകരിക്കുന്ന ഈ ഹദീസിനെ ഇമാം നബവി വിശദീകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഫൈൻകീല, ഒരു വഹാബിക്ക് സംശയം, കൈഫ യഹുജൂന വയുലബൂന വഹും അംവാതുൻ വഹും ഫിദ്ദാരിൽ ആഖിറ, മരിച്ചിട്ട് പരലോകത്ത് ജീവിക്കുന്ന ഈ മഹാന്മാർ എങ്ങനെ ഹജ്ജ് ചെയ്തു, എങ്ങനെ തൽബിയത്ത് ചൊല്ലി എന്ന് ആരെങ്കിലും വഹാബികൾ ചോദിച്ചാൽ ഞാൻ അവരോട് മറുപടി പറയും, വലൈസത്തു ദാറ അമൽ, അവർ മരിച്ചാൽ പിന്നെ അമലില്ലല്ലോ, മരിച്ചതോടുകൂടി അമൽ മുറിഞ്ഞു പോയല്ലോ, മരണത്തോടുകൂടി അമൽ മുറിഞ്ഞു എന്ന് ഹദീസുണ്ടല്ലോ. ഹജ്ജ് എന്നത് അമലാണല്ലോ, ഇബാദത്താണല്ലോ. മരിച്ചിട്ടും പ്രവാചകന്മാരെ ഹജ്ജ് ചെയ്യുകയാണോ? ഈ ചോദ്യത്തിന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്ന ഫഅലം, നീ അറിഞ്ഞോളൂ, അന്നലിൽ മശായിഖ് ഫീമാ ദഹറ ലനാ അൻ ഹാദാ, ഈ ചോദ്യത്തിന് എന്റെ വന്യരായ മഹാന്മാർക്ക് അതിവിപത്തും കുറെ മറുപടികളുണ്ട്. എന്റെ മറുപടിയല്ല, എന്റെ ഗുരുമാനന്ദന്മാരായ മഹാരഥന്മാരായ ആലിമീങ്ങൾ ഈ ചോദ്യത്തിന് ഒരുപാട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങിയാണ്. അഹദുഹാ, മറുപടി കേട്ടോളൂ, മരിച്ചാൽ അതൊക്കെ കഴിഞ്ഞു, അവർ മണ്ണായിപ്പോയി എന്ന നിരീശ്വരത്വത്തിലേക്ക് കാലവെക്കുന്നു. മരണത്തിന് ശേഷം ഒരു ചുക്കും കഴിയൂല എന്ന് ഇവിടെ ഗീർവാണം പ്രസംഗിച്ച് നടക്കുന്ന വഹാബി കുട്ടികളോട് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു കടുകടുത്ത ഭാഷയിൽ
അവിടുത്തെ സഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ലോകവിശ്രുത ഗ്രന്ഥമായ സഹീഹ് മുസ്ലിമിന്റെ ഹദീസ് എടുത്തുകൊണ്ട് പറയുകയാണ്, അന്നഹും കശുഹദാഇ, ശുഹദാക്കളെ പോലെയാണവർ എന്ന് മാത്രമല്ല, ബൽഹും അഫ്ളലു മിൻഹും, അമ്പിയാക്കൾ ശുഹദാക്കളെക്കാളും ബഹുമാനപ്പെട്ടവരാണ്. വശുഹദാഉ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, ശുഹദാക്കൾ മരണത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് ഖുർആനാണ്. അപ്പൊ ശുഹദാക്കൾ ജീവിച്ചിരിക്കുമെങ്കിൽ ഫലാ യബ്ദു അൻ യഹുജ്ജു വയുസല്ലൂ കമാ വറദ ഫിൽ ഹദീസ്, ഹദീസിൽ വന്നതുപോലെ അമ്പിയാക്കളും ഹജ്ജ് ചെയ്യുന്നതിനും അവർ തൽബിയത്ത് ചെയ്യുന്നതിനും അവർ സുകൃതങ്ങൾ ചെയ്യുന്നതിനും ഇതെതിരല്ല എന്ന് മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു പരസ്പരം ഇസ്ലാമിന്റെ ഇമാമിങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ, അമ്പിയാക്കൾക്ക് മരണശേഷം സഞ്ചാരമുണ്ട്, അവരിവിടെ ഇടപെടലുകളുണ്ട്, അവരിവിടെ ഹജ്ജ് ചെയ്യലുകളുണ്ട്, അവരിവിടെ ജനസേവനങ്ങളുണ്ട്. പക്ഷേ അത് ആത്മീയ ലോകത്താണ്, അത് നമ്മുടെ കണ്ണുകൾ കാണുന്നതിനപ്പുറത്താണ്, അത് അഭൗതിക ലോകത്താണ്, അത് അദൃശ്യ ലോകത്താണ്, അത് അസാധാരണ ലോകത്താണ്. ആ ലോകത്താണ് മഹാനായ ശൈഖ് ജീലാനി തങ്ങളുമുള്ളത്. അതുകൊണ്ടാണ് ശൈഖ് ജീലാനിക്കും ആ മദദ് കിട്ടിയത്. മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ അടുത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ വന്നത്, അങ്ങനെ അവിടുത്തെ വായിലേക്ക് തുപ്പിക്കൊടുത്തത്. അതാണ് ഖാദി മുഹമ്മദ് തങ്ങൾ പറയുന്നത്, വേദം വീലങ്ങിപ്പടിച്ചാര് വേദാംബർ അവർ വായിൽ തുപ്പിക്കൊടുത്തോ. ഇനിയും മഹാനായ ശൈഖ് ജീനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുഹീദ്ദീൻ മാലയിൽ വളരെ വിശദമായി ധാരാളം വരികൾ പറയുന്നത് കാണാം. ഞാനിങ്ങനെ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നത് ചോദ്യകർത്താക്കളെ ആരും കാണാത്തത് കൊണ്ടാണ്. നിങ്ങളെ മേയ്ക്ക് കാത്തിരിക്കുകയാണ്, നിങ്ങളെ കസേര കാത്തിരിക്കുകയാണ്. നിങ്ങൾ വരണം, എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ മുഴുവനും ഇവിടെ നിവർത്തി ഓരോ ചോദ്യത്തിനും വളരെ വിശദമായി ചതുർ പ്രമാണങ്ങളോടുകൂടി മറുപടി പറയും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. തലശ്ശേരിയിലൊക്കെ ധാരാളം കവലകളിൽ കിടന്ന് വഹാബികൾ പ്രസംഗിക്കാറുണ്ട്. മുഹീദ്ദീൻ മാലയെ, റിഫായി മാലയെ, അതുപോലുള്ള മാലകളെ വിമർശിക്കാറുണ്ട്. ആ വിമർശനങ്ങൾ കേട്ട് ആരെങ്കിലും വശംവദരായി പോയിട്ടുണ്ടെങ്കിൽ, മനസ്സിന്റെ ഇവിടെയിൽ എവിടെയെങ്കിലും വല്ല സംശയവും വന്നുപോയിട്ടുണ്ടെങ്കിൽ ആ സംശയങ്ങൾ നീക്കാനുള്ള ഒരു അവസരം എന്ന നിലക്കാണ് ഈ ടൗണിൽ തന്നെ നാം ഈ പരിപാടി വളരെ അധ്വാനം ചെലവഴിച്ചുകൊണ്ട് ഇവിടെ നാം ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി വഹാബി തന്നെയാണെന്നില്ല. ആരെങ്കിലും ഒരാൾ ചോദിച്ചാൽ നമ്മൾ വഹാബി ആക്കുകയും ചെയ്യും. ആർക്കെങ്കിലും ഈ കൂടിയ കൂട്ടത്തിൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ സംബന്ധിച്ചോ അവിടുത്തെ മുഹീദ്ദീൻ മാലയെ സംബന്ധിച്ചോ മാലയിലുള്ള ഏതെങ്കിലും വരികളെ സംബന്ധിച്ചോ സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് ചോദിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. സംസാരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും ചോദിക്കാതെ വരികയാണെങ്കിൽ ആരുണ്ടെങ്കിൽ ചോദിക്കാം. ചോദിച്ചെന്ന് വെച്ചിട്ട് വഷളാക്കൊന്നും ചെയ്യില്ല, അങ്ങനെ ആരും വിചാരിക്കണ്ട. ആ ഒരു ശൈലിയും സ്വഭാവവും അല്ല നമ്മുടെ സ്വഭാവവും നമ്മുടെ ശൈലിയും. എങ്ങനെ ചോദിക്കും? എഴുതി ചോദിക്കണ്ടില്ല, നേരിട്ട് ചോദ്യമാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത്. ഒരാൾ തന്ന സ്ഥിതിക്ക് ചോദ്യകർത്താവ് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ മുഹീദ്ദീൻ മാല ചൊല്ലുന്നതും ഖുർആൻ ഓതുന്നതും രണ്ടും ഏതാണ് ഉത്തമം? നിങ്ങളെ പേരെന്താ? ഹാഷിം. എവിടെയാ സ്ഥലം? ഞാൻ പൊന്നമ്പാലം. പൊന്നമ്പാല. ഞാൻ ഒരു വഹാബി ആശയക്കാരനൊന്നുമല്ല. ആയിക്കോട്ടെ, സംശയം. മുഹീദ്ദീൻ മാല ചൊല്ലുന്നതാണോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതാണോ ഏതാണ് ഉത്തമം എന്നാണ് ചോദിക്കുന്നത്. രണ്ടും ഉത്തമമാണ്. മുഹീദ്ദീൻ മാല ചൊല്ലൽ അത് പുണ്യമാണ്, കാരണം അതൊരു വലിയന്റെ മഹത്വം പറയുകയാണ്. വിശുദ്ധ ഖുർആൻ അത് പുണ്യമാണ്, അത് പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും ചരിത്രം പറയലാണ്. വിശുദ്ധ ഖുർആൻ ഉടനീളം പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും ചരിത്രങ്ങളും
വിധികളും നിയമങ്ങളും അടങ്ങുന്നതാണ് വിശുദ്ധ ഖുർആൻ. അത് പാരായണം ചെയ്താൽ ധാരാളം കൂലിയുണ്ട്. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ ചരിത്രമാണ്. അത് പാരായണം ചെയ്യുന്നതിന് കൂലിയുണ്ട്. എന്നാൽ ഏതാണ് കൂടുതൽ കൂലി? ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഏതാ ഉത്തമം എന്നാണ് അവർ ചോദിച്ചത്. ഉത്തമം അതിൽ തമ്മിൽ ഏതാ തൊമ്മൻ എന്നാണ് ചോദ്യത്തിന്റെ സ്വരം. ഈ ചോദ്യം ഒരാൾ ചോദിക്കുക, സുബ്ഹാനല്ലാഹ് ചെല്ലലാണോ നല്ലത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലലാണോ നല്ലത്? അതൊരു ചോദ്യമാണ്. അതുപോലെ ഖൽബിയായ ദിക്റുണ്ട്, അംഫാസിയായ ദിക്റുണ്ട്. അതുപോലെ അതോ ഖുർആൻ ഓതലാണോ പുണ്യം? ഇങ്ങനെ ധാരാളം പുണ്യങ്ങൾ തമ്മിൽ ഏതാണ് പ്രതിഫലം കൂടുതൽ എന്ന് പൊതുവേ ചോദിക്കപ്പെടാറും ചോദിക്കാൻ സാധ്യതയും ഉള്ളതാണെങ്കിലും വിശാലമായും പറഞ്ഞാൽ പുണ്യമാണത് ഒന്നാമത്. രണ്ടാമത് അതിലേറ്റവും പുണ്യം വിശുദ്ധ ഖുർആനാണ്. അത് സംശയമില്ല. ഏറ്റവും അഫ്ളലായത് കാരണങ്ങൾക്ക് കൊണ്ട് താഴെ ഉള്ളത് ശ്രേഷ്ഠകരമോ? ഏറ്റവും ഉത്തമമുള്ളതാണ്. എന്നാലും ചില കാരണങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് താഴെ ഉള്ളത് ശ്രേഷ്ഠകരമോ? ഉദാഹരണം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഉദാഹരണം, വിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തിൽ ഒരു നൃത്തത്തിൽ ഫാത്തിഹ ഓതണം. ആ നൃത്തത്തിൽ ഫാത്തിഹ ഓതുന്നതിന് പകരം വേറെ ഒന്നും ഓതിയാൽ ഫാത്തിഹയ്ക്ക് പകരാവൂല. എന്നാൽ അതുപോലെ അത്തഹിയ്യാത്ത് ഓതേണ്ട സ്ഥലത്ത് അത്തഹിയ്യാത്ത് ഓതുന്നതിന് പകരം ഫാത്തിഹ ഓതിയാൽ ശരിയാവൂല. അത്തഹിയ്യാത്തിന് എത്രയോ ഫാത്തിഹയേക്കാൾ എത്രയോ താഴെയാണ്. മാത്രമല്ല സ്വലാത്ത് ചെല്ലുന്നതിനേക്കാളും താഴെയാണ് അത്തഹിയ്യാത്ത്. പദവിയുണ്ട്. കാരണം ഒന്നാമത്തത് ഏറ്റവും അഫ്ളലായത് ഖുർആനാണ്, രണ്ടാമത്തത് സ്വലാത്താണ്. സലാത്താണ് ഏറ്റവും പുണ്യം എന്ന് പറഞ്ഞ ഇമാമിയങ്ങളുമുണ്ട്. അത് അവരുടെ ഇമാമിയങ്ങൾ തമ്മിലുള്ള ഇജ്തിഹാദിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. എന്നാൽ സലാത്താണ് രണ്ടാമത് എന്ന് വെച്ചാൽ പോലും അത്തഹിയ്യാത്ത് വളരെ പിറകിലാണ്. പക്ഷെ അത്തഹിയ്യാത്ത് ഓതേണ്ട സ്ഥലത്ത് അത്തഹിയ്യാത്ത് തന്നെ ഓതണം. അതാണ് ഏറ്റവും പുണ്യം. ഏതുപോലെ ദുൽഹജ്ജ് 9 അന്ന് അറഫയിൽ നിൽക്കലാണ് ഹറമിൽ നിൽക്കുന്നതിനേക്കാളും പുണ്യം. മറ്റുള്ള ദിവസങ്ങളിൽ ഹറമാണ് ഭൂമിയിൽ ഏറ്റവും പുണ്യം. ദുൽഹജ്ജ് 9 എല്ലാവരും അറമെന്നൊക്കെ അറഫയിലേക്ക് പോയി. അറഫ എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ്. മനുഷ്യൻ അവിടെയില്ല, പള്ളി അവിടെയില്ല, കൊല്ലത്തിൽ ഒരു ദിവസം അവിടെ ജനങ്ങൾ വരുള്ളൂ. ആ സ്ഥലത്ത് നിൽക്കലാണ് ദുൽഹജ്ജ് 9 ഏറ്റവും അഫ്ളൽ. എന്നതുപോലെ സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. എന്നാൽ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ അവരുടെ പറ്റി പഠിക്കുക, അറിയുക എന്നത് നമ്മൾ അറിവിന്റെ ഭാഗമാണ്. അറിവ് എന്നത് ചിലപ്പോൾ ഖുർആൻ ഓതുന്നതിനേക്കാളും പ്രധാനമാണ് ഖുർആൻ പഠിക്കുക. ഖുർആന്റെ അർത്ഥങ്ങൾ പഠിക്കൽ, അതിന്റെ ചരിത്രം പഠിക്കൽ, അതിന്റെ ഓത്തിന്റെ പാരായണ ശൈലി പഠിക്കൽ, അത് ഓതുന്നതിനേക്കാളും പ്രധാനമാണ്. അഫ്ളലുൽ അമലി അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ തൊട്ട് ധരിക്കപ്പെട്ട നിരവധി ഹദീസിന്റെ വെളിച്ചത്തിൽ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ പോലുള്ള നിരവധി ഹദീസുകളുടെ വെളിച്ചത്തിൽ ഇമാം നബവി പറയാൻ വഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലിത് തആത്ത്. ഏറ്റവും വളരെ അനിവാര്യമാണ് അറിവ് എന്നത്. മഹാനായ ശൈഖ് ജീലാനിയുടെ ചരിത്രം പഠിക്കുക, അറിയുക പോലുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും പുണ്യമായി ഇതും വരും. അപ്പം മറുപടിയുടെ സംക്ഷിപ്തം 2 രീതിയിലാണ്. ഏറ്റവും പ്രധാനം എന്നത് വിശുദ്ധ ഖുർആനാണെങ്കിലും സാന്ദർഭികമായി ഇത് ഓതൽ വളരെ അനിവാര്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ട്. എല്ലാം പുണ്യമുള്ളത് തന്നെയാണ്. ചോദ്യകർത്താവിന് സംതൃപ്തി അല്ലെങ്കിൽ ഇനിയും പറയും.
ചോദിക്കാൻ ഇങ്ങോട്ട് അദ്ദേഹം നല്ലൊരു സഹോദരൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അദ്ദേഹം അറിവ് സാധ്യമാക്കിയപ്പോൾ അദ്ദേഹം മാറി നിൽക്കണം. ഇതുപോലെ ആയിരിക്കുന്നാലും വല്ല സംശയവും ജീവിതത്തിന്റെ എവിടെയെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ മടിച്ചിട്ടാണെങ്കിൽ മെയ്ക്ക് പോയതുകൊണ്ട് അങ്ങോട്ടും വരും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ വഹാബികളെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ച് ചോദിക്കുന്ന ആളെ വഹാബിയാക്കൊന്നും ചെയ്യൂല, അങ്ങനെ വിചാരിക്കും വേണ്ട. ഞങ്ങൾ വഹാബികളെ പ്രതീക്ഷിക്കുകയാണ്. മട്ടന്നൂരിൽ സമയം 10 മണി ആയതുകൊണ്ടാണ് നിർത്തേണ്ടി വന്നത്. അവരിവിടെ വരുമെന്നൊക്കെ ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. ഷാരെ കാണുന്നില്ല. നിങ്ങൾ വരണം. ഞാന് വഹാബിയല്ല, വഹാബികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ പൊന്നമ്പാലം എന്റെ മുരീദൂകൾ നരകത്തിലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ഇതിന്റെ ആശയം എന്താണ്? ഇതിനോട് തുല്യമായ മറ്റ് ചരിത്രങ്ങള് സ്വഹാബത്തിന്റെ കാലത്ത് സ്വഹാബത്തിനെ കുറിച്ചോ അതേപോലെ മറ്റൗലിയാക്കളെ കുറിച്ചോ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നോ പിന്നെ ഒരു ഇതായിട്ട് പറയാനുണ്ടോ? എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. എന്താണ് ഈ മുഹീദ്ദീൻ മാലയിലെ ഖാദി മുഹമ്മദ് തങ്ങളുടെ രചനയായ മുഹീദ്ദീൻ മാലയുടെ 44-ാമത്തെ വരി പദ്യമാണ്. ഈ പദ്യത്തിന് അവലംബം 46-ാമത്തെ വചനമാണത്. ഈ പദ്യത്തിന് അവലംബം മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹു ലദീ 48 നരകത്തിൽ നിന്റെ മൂരിതാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞു. നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ പാടിയ ചെറിയൊരു മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. തിരിച്ചാണ്, മനസ്സിലായില്ലേ? നരകത്തിൽ നിന്റെ മൂരിതാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ഇത് മഹാനായ നൂറുദ്ദീൻ ശത്തുനീഫി റളിയല്ലാഹു അൻഹു തന്റെ ബഹ്ജയിൽ 212-ാമത്തെ പേജിൽ ഉദ്ധരിച്ച സംഭവമാണ്. എന്താണ് ആ സംഭവം? അതിന്റെ വൽഹാസിലെ ഷോർട്ട് ഭാഗം ഞാൻ പറയാം. വളരെ വിശദമായ സംഭവമാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയാൻ, സഅൽതു മാലികൻ ഖാസിനൻ നാർ. നല്ല ചില്ലയാ മതി കേട്ടാ, അല്ലെ പോലീസിന് കൊടുക്കും. സഅൽതു മാലികൻ ഖാസിനൻ നാർ, നരകത്തിന്റെ കാവക്കാരനായ മഹാനായ മാലിക് അലൈഹിസ്സലാം എന്ന മലക്കിനോട് ഞാൻ ചോദിച്ചു, ഹൽ ഇൻദക മിൻ അസ്ഹാബി അഹദുൻ, നിങ്ങളുടെ അടുത്ത് എന്റെ സഹാബികൾ, എന്റെ ശിഷ്യന്മാർ ആരെങ്കിലും നിങ്ങൾ നരകത്തിൽ കണ്ടിട്ടുണ്ടോ? ഫഖാല ലാ, ഇല്ല എന്ന് ഷെയ്ഖ് ജീലാനിയോട് നരകത്തിന്റെ ഡ്യൂട്ടിയുള്ള അതിന്റെ കാവക്കാരനായ മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു എന്ന് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ സംഭവം ബഹ്ജത്തുൽ അസ്റാറിൽ ഉദ്ധരിക്കുകയാണ്, സനദ് മുഖാന്തരം ഉദ്ധരിക്കുകയാണ്. ഇതാണ് ആ സംഭവമാണ് ഖാദി മുഹമ്മദ് സുന്ദരമായി മലയാളത്തിൽ വരച്ചു കാണിച്ചത്. നരകത്തിൽ നിന്റെ മൂരിതാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. ഇവിടെ 2 ചോദ്യമുണ്ട്. ഒന്ന് നരകത്തെ കാക്കുന്ന മലക്ക് ജിബ്രീൽ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം മൊയ്തീൻ ശേഖിനോട് വന്ന് പറയാ, നരകത്തിൽ നിങ്ങളെ മുരീദാരും ഇല്ല.
അങ്ങനെ മാലിക് മുഹീദ്ദീൻ ശൈഖിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അല്ലെങ്കിൽ മുഹീദ്ദീൻ ശൈഖിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമോ? രണ്ട്, നരകത്തിൽ നിങ്ങളെ മുരീദാരുമില്ലെന്ന് എങ്ങനെയാ മൂപ്പര് പറയാ? അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു മനുഷ്യൻ നരകത്തിലാണ് സ്വർഗത്തിലാണ് എന്ന് നേരത്തെ പറയാൻ പറ്റുമോ? അത് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമുള്ള കാര്യമല്ലേ എന്നാണ് ഇത്തരം മഹാന്മാരുടെ വചനങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിയടയാത്ത ആളുകളുടെ ഡൗട്ട്. ആ ഡൗട്ട് തീർക്കാൻ വേണ്ടി അവരുടെ ഒരു അധ്യാപകനായ ഒരു ഉസ്താദാണ് ഇവിടെ സംശയം ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം അറിയാൻ വേണ്ടിയല്ല, ആളുകൾക്കൊക്കെ തിരിയട്ടെ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ചോദിക്കാൻ നല്ലത് തന്നെയാണ്. അത് ഇസ്ലാമിക ലോകത്ത് പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഒരു പ്രശ്നവും ഇല്ല. ഒന്ന്, മഹാനായ ശൈഖ് ജീലാനി അടക്കമുള്ള അള്ളാഹുവിന്റെ മഹാന്മാർക്ക് മലക്കുകളെ കാണാം, സന്ധിക്കാം, സംസാരിക്കാം. അത് ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ഒരു കാര്യമാണ്. ധാരാളം തെളിവുകളുണ്ട്. സഹീഹ് മുസ്ലിമിൽ തന്നെ ഒട്ടനവധി ഹദീസുകൾ മഹാന്മാരായ മലക്കുകളെ സഹാബികൾ കാണുകയും സംസാരിക്കുകയും ചെയ്ത ഹദീസുകൾ കാണാം. പല സംഭവങ്ങളുമുണ്ട്. ഇനി സഹാബികൾ മാത്രമല്ല, പൂർവകാലത്തെ ഒരുപാട് മഹത്തുക്കളായ അമ്പിയാക്കളല്ലാത്ത ഔലിയാക്കളുടെ അടുത്തേക്ക് മലക്കുകൾ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയതും സംസാരിച്ചതും വിശുദ്ധ ഖുർആനിൽ ധാരാളമുണ്ട്. അതിലൊന്നാണ്, ശ്രദ്ധിച്ചോളൂ, അതിലൊന്നാണ് ബഹുമാനപ്പെട്ട മറിയം അലൈഹിസ്സലാം. മറിയം ബീവിന്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ അന റസൂലു റബ്ബിക്. ഈ മൈക്കിന്റെ ആളാരാ? എവിടെയല്ലേ? തീരെ ഓളിയില്ലല്ലോ. ഞാൻ എത്ര ദിവസമായി വരുന്നത്, എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഇന്നിപ്പോ ഞാൻ അരമണിക്കൂർ കൊണ്ട് തന്നെ തളർന്നുപോയി. ഒന്ന് എക്സ്ക്യൂസ് മീ, സൗണ്ട് വരുന്നില്ല, തളർന്നുപോയി. മഹാനായ മാലിക് ബഹുമാനപ്പെട്ട മറിയം അലൈഹിസ്സലാം തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാം, ഇന്നമാ അന റസൂലു റബ്ബിക് ലിയഹബ ലകി ഗുലാമൻ സകിയ. സൂറത്ത് മറിയം 19-ാമത്തെ വചനം. ഞാൻ ജിബ്രീലാണ്. ഇനി സൂറത്ത് ആല ഇംറാൻ 42-ാമത്തെ വചനം. വഇദ് ഖാലത്തിൽ മലായികതു യാ മറിയം. മലക്കുകൾ കൂട്ടത്തോടെ വന്നിട്ട് മറിയമിനോട് പറഞ്ഞു, മറിയമേ. കൂട്ടത്തോടെ മലക്കുകളുണ്ട്, ഒന്നല്ല ഒന്നിലധികം മലക്കുകൾ. ഇനി അത് മറിയം ബീവിന്റെ അല്ലേ എന്നാ പറയും. അത് വേറെയുണ്ട്, മറിയം ബീവിന്റെ അടുത്തല്ല, വേറെയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയ്ക്ക് അല്ലാഹു വഹീ കൊടുത്തു, മലക്കുകൾ മുഖാന്തരം സംസാരിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. ഇനിയുമുണ്ട്, വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ. അഅറാഫ് 175. അള്ളാഹുവിന്റെ ഒരു വലിയായിരുന്ന പിന്നീട് വിലായത്തിന്റെ പട്ടം നീക്കിക്കളഞ്ഞ ആ ബൽആമിനോട് മലക്കുകൾ വന്ന് സംസാരിച്ചത്, മലക്കുകൾ മുഖാന്തരം അള്ളാഹു വിവരം കൊടുത്തത്. ഇങ്ങനത്തെ മൈക്കൊക്കെ മുമ്പ് ഒളിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് സൗണ്ട് തരാതെ നല്ല ഉഷാറായില്ല. ഒന്നുകൂടി ഉഷാറാക്കിയാ നല്ലത്. പിന്നെ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പറയാൻ ബൽആമിന് മലക്കുകൾ വിവരം കൊടുത്തത്. ഇനി സൂറത്ത് ലുഖ്മാനിൽ, ലുഖ്മാൻ നബിയല്ല, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. വദുൽ ഖർനൈനി ലം യുറഫ് നബിയ കദൽ ലുഖ്മാൻ ഫഹദർ അൻജിദാലി. ലുഖ്മാനിന് അല്ലാഹു തആല മലക്കുകൾ മുഖാന്തരം ഇൽമു കൊടുത്തത് സൂറത്ത് ലുഖ്മാനിൽ കാണാം. അപ്പൊ ഒരുപാട് തെളിവുകളുണ്ട്. ഇനി മലക്കുകൾ കൂട്ടത്തോടെ മുഅ്മിനീങ്ങളുടെ അടുത്ത് മരണത്തിന്റെ സമയത്ത് വരുന്നതും മലക്കുകൾ സംസാരിക്കുന്നതും വിശുദ്ധ ഹദീസിലുണ്ട്. മലക്കുകളെ സഹാബികൾ കണ്ടത് ധാരാളമുണ്ട്. ഇനി അവിടെ അവശേഷിച്ചിരിക്കുന്ന വേറൊരു സംശയം, മലക്കുകൾ വന്നിട്ട് സ്വർഗത്തിൽ നിങ്ങളെ മുരീദാരും ഇല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കുക? അതൊരു ഓഫർ കൊടുത്തിട്ട് ആളുകളെ ബടക്കാക്കലല്ലേ ഇല്ലേ? ചെയ്ത യേശുവിനെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാമെന്ന് പെർമിഷൻ കൊടുത്ത് ജനങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കും പോലെ ഒരു പ്രേരിപ്പിക്കലല്ലേ എന്നാണ് അവിടെ ഇസ്ലാമിക വിരുദ്ധർക്ക് ചോദിക്കാനുള്ള രണ്ടാമത്തെ. ഇല്ല, അതുമില്ല. എന്തുകൊണ്ട്? മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന. എന്റെ അബൂബക്കർ സ്വർഗത്തിലാണ്, എന്റെ ഉമർ സ്വർഗത്തിലാണ്, എന്റെ ഉസ്മാൻ സ്വർഗത്തിലാണ്. എത്രയോ സഹാബികളെ പറ്റി, എത്രയോ സഹാബി വനിതകളെ പറ്റി അവർ സ്വർഗത്തിലാണെന്ന് പ്രവാചകർ പറഞ്ഞത് ധാരാളം ഹദീസിലുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം, എന്റെ മുരീദുമാർ എല്ലാവരും സ്വർഗത്തിലാണെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ?
പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അള്ളാഹു വിവരം കൊടുത്താ പറയുന്നത് എന്താ? വമാ ഫഅൽതുഹു അൻ അംരി. മഹാനായ ഖദർ അലൈഹിസ്സലാം പറയാണ്, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ അമ്ര കൊണ്ട് എന്റെ സ്വന്തം ഇഷ്ടത്തോടെ ഞാൻ ചെയ്തിട്ടില്ല. വമാ ഫഅൽതുഹു അൻ അംരി. അല്ല വിവരം തന്നിട്ട് പറയാണ്, അല്ല വിവരം തന്നിട്ട് ചെയ്യുകയാണ്. അതുപോലെ മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയുന്നു, വമാ ഖുൽതു ഹത്താ ഖീല ഖുല്ലി വലാ തഖഫ് വഅൻത വലി ഫീ മഖാമിൽ വിലായത്തി. ഒന്നും ഞാൻ സ്വന്തം പറയൂല, ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലേത് എന്റെ അമാനില്ലതെന്നോവർ. അല്ലാഹു തആല വിവരം കൊടുത്തു. ഇനി എങ്ങനെ വിവരം കൊടുത്തു? മാലിക് അലൈഹി ഇസ്ലാമിനെ കണ്ടു. മലക്കിനെ കാണാമെന്ന് പറഞ്ഞല്ലോ. മാലിക്കിന്റെ അടുത്തുണ്ടാവുമല്ലോ ആരൊക്കെയാണ് നരകത്തിലുള്ളത് എന്ന്. ആ നരകവാസികളുടെ റസൂലുള്ളാഹിക്ക് ബഹുമാനപ്പെട്ടത് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് തന്റെ മുരീദ് ആരുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ? അത് ഉണ്ടാവാം. കേട്ടോളൂ നിങ്ങൾ. ഒന്ന്, മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളവറുകൾ പറയുകയാണ്, അസ്ഹാബീ കന്നജൂം. എന്റെ മുരീദുമാർ മുഴുവനും അവർ സ്വർഗത്തിലാണെന്ന് മാത്രമല്ല, സമുദായത്തിന് ലോക ജനതക്ക് മുഴുവനും അവർ മാതൃകയാണ്. അവർ ഗാലക്സികൾക്ക്, നക്ഷത്രങ്ങൾക്ക് തുല്യമാണ്. പർവ്വതത്തിലൂടെ സഞ്ചരിച്ചു പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കപ്പലുകൾക്ക് ഗാലക്സികൾ അത് ലക്ഷ്യമാകുന്നത് പോലെ, ലക്ഷ്യം നിശ്ചയിച്ചു കൊടുക്കുന്നത് പോലെ, ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ എന്റെ ശിഷ്യന്മാർ ലോകത്ത് കടന്നു വരുന്ന സർവ്വജനങ്ങൾക്കും വഴികളാണ്, മാർഗങ്ങളാണ്, നക്ഷത്രങ്ങളാണ്. നക്ഷത്ര സമാനമായ ആകാശലോകത്തിൽ തുല്യമായ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന പവിത്രമായ സ്ഥാനത്താണ് എന്റെ ശിഷ്യന്മാർ. സ്വർഗത്തിലാന്ന് മാത്രമല്ല, സ്വർഗത്തിലെ ഉന്നതരാണ്. ഇനി സ്വർഗത്തിലെ ലിസ്റ്റും മറ്റൊക്കെ ഒരാൾക്ക് കാണിക്കാൻ പറ്റുമോ? അതിനും ഹദീസുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാൻ, ഞാൻ നിസ്കരിക്കവേ ഉരുളത്തെ അഴയ്യൽ ജന്ന, എനിക്ക് സ്വർഗം മുഴുവനും കാണിക്കപ്പെട്ടു. സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ കണ്ടു. അതിൽ തുടിച്ചു നിൽക്കുന്ന മുന്തിരികൾ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുന്തിരിക്കൊലകൾ ഞാൻ കണ്ടു. ആപ്പിളുകൾ ഞാൻ കണ്ടു. നല്ല ഫലപുഷ്ടിദായകമായ അത്ഭുതങ്ങളായ പലതും ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ ഒരു അടി നിസ്കാരത്തിൽ നിന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഒരടി മുന്നോട്ടെടുത്ത് വെച്ച് എന്തിനത് പറിക്കാൻ വേണ്ടി. പക്ഷെ റസൂലുള്ളാഹി തിരിച്ചു വന്നു, പറിച്ചില്ല. ഞാൻ നോക്കുമ്പോൾ സ്വർഗത്തിൽ നിറയെ കാണുന്നത് ഫൈദൻ അക്സറു അഹ്ലിൽ ഫുഖറാ, പാവങ്ങളെ കൊണ്ട് സ്വർഗം നിറഞ്ഞിരിക്കുക. മുതലാളിമാർ കുറവാ സ്വർഗത്തിൽ. എനിക്ക് സ്വർഗം, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. നരകത്തിലുള്ള അഹ്വാലുകൾ, കഠോരതകൾ, അവിടെയുള്ള ശിക്ഷകൾ കാണിക്കപ്പെട്ടു. ഞാൻ അവിടെയുള്ള ആളുകളെ കണ്ടു. ഫൈദൻ അക്സറു അഹ്ലിഹന്ന, നരകവാസികൾ അവർ അധികവും പെണ്ണുങ്ങളാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇനി മിഅ്റാജിന്റെ യാത്രയിൽ ഓരോ ആകാശത്തും നരകവാസികളെ, സ്വർഗവാസികളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ കണ്ടിട്ടുണ്ട്. ആദം നബിന്റെ 2 മക്കള്, ഒരു ഭാഗം ആദം നബി നോക്കുമ്പോൾ കരയും, ഒരു ഭാഗം ആദം നബി നോക്കുമ്പോൾ ചിരിക്കും. ഈ കരയുന്നത് നരകത്തിലുള്ള മക്കളെ നോക്കിയിട്ടാണ് ബാപ്പ കരയുന്നത്, സ്വർഗത്തിലുള്ള മക്കളെ നോക്കിയിട്ടാണ് ബാപ്പ ചിരിക്കുന്നത്. ഇതൊക്കെ പൊന്നാരൻ നബി കണ്ടതാണ്. പൊന്നാരൻ നബിക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത് പൊന്നാരൻ നബിന്റെ ഉമ്മത്തിലെ ഔലിയാക്കൾക്ക് കറാമത്തായും കൊടുക്കും. അങ്ങനെയുള്ള കറാമത്താണ് നരകത്തിൽ നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും ലക്ക് പറഞ്ഞോവർ. ഇനി ഉസ്താദിന് വല്ല ചുരുളോടെ ബാക്കിയുള്ള ചോദിക്കണേ. ആർക്കും ചോദിക്കാം. മുഹീദ്ദീൻ മാലയിലെ 156 ബൈത്തിൽ അരവരി പോലും ശിർക്കോ ബിദ്അത്തോ ഇസ്ലാമിക വിരുദ്ധമോ ഇല്ല എന്ന് ഞങ്ങൾ വീണ്ടും ആ തലശ്ശേരിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രകടിപ്പിക്കാനുള്ള അവസരം വേഗം വരണം. സമയം വളരെ പരിമിതമാണ്. നിങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാല വിശദീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ചോദ്യകർത്താക്കൾ ഏറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ള സമയം ഉപയോഗപ്പെടുത്തി 1-2 ബൈത്തുകൾ കൂടി, മാലയിലെ 1-2 വരികൾ കൂടി വിശദീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മാലയിൽ ഏതെങ്കിലും വരിയിൽ, ഏതെങ്കിലും അരവരിയിൽ വിയോജിപ്പുള്ള ആരുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും കൊണ്ട് ക്ഷണിക്കുകയാണ്. മഹാനായ ഖാദി മുഹമ്മദ് തങ്ങൾ പറയുകയാണ്, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, നായന്നാരുളാലേ ഇൽമ് പറയുമ്പോൾ നാവിനെ നേരെ ഒളിവ് ഇറങ്ങുന്നോർ.
വന്നിട്ടുണ്ടോ? എത്ര ചോദ്യം ചോദിച്ചു? ഹലോ, പിന്നെ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. ഞാൻ ഹിന്ദുവാണ്, പക്ഷെ എനിക്ക് ഫാത്തിഹയൊക്കെ അറിയാം. പക്ഷെ അത് ക്ലിയർ ആണോ എന്ന് നിങ്ങളൊന്ന് പറയാം. ഫാത്തിഹത്തല്ല. നിങ്ങളെ പേരെന്താ? പേര് അശോകൻ. എവിടെയാ നാട്? വീട് കൊളശ്ശേരി, ഇവിടെ അടുത്ത് തന്നെ. എന്നാല് മാറി. അശോകൻ എന്നൊരു സഹോദരൻ മുഹീദ്ദീൻ മാലയെ പറ്റി പഠിക്കാൻ ഈ സദസ്സ് ഉപയോഗപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ ഫാത്തിഹ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വീണ്ടും അതിന് ശരിയാക്കി അതിലുള്ള മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ശരിയാക്കാനുള്ള അവസരം നമുക്ക് തരാം. ഇപ്പൊ നമ്മളൊരു 9:10 10 മണിവരെ നമുക്ക് ഈ മുഹീദ്ദീൻ മാലക്കുള്ള പീരീഡാണ്. മുഹീദ്ദീൻ മാലയെ പറ്റി ചെറിയൊരു വിശദീകരണം ഞാൻ നിങ്ങൾക്ക് തരാം. മുഹീദ്ദീൻ മാലയെ പറ്റി തുടർ പഠനത്തിൽ 156 ബൈത്തുള്ള ആ പദ്യസമാഹാരത്തിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ വളരെ നീണ്ട പഠനത്തിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ വഴിയും ഞാൻ പറഞ്ഞുതരാം. മുഹീദ്ദീൻ മാല എന്നത് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കൃതിയാണ്. മലയാള ഭാഷയുടെ പിതാവ്, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന പേരിൽ വിശ്രുതനായ തുഞ്ചൻ എഴുത്തച്ഛന്റെ ലിപികളും അദ്ദേഹത്തിന്റെ ഭാഷാ സാഹിത്യങ്ങളും വരുന്നതിന് മുമ്പ് തന്നെ മലയാളത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട സാഹിത്യ രചന അത് മുഹീദ്ദീൻ മാലയാണ്. അതിന് മാപ്പണ എഴുതിയത് ഒരു പണ്ഡിതൻ, കോഴിക്കോട് ഖാദി, ഒരു സൂഫി വര്യനായ ഒരു മനുഷ്യൻ. അദ്ദേഹം രചിച്ച ആ ഗ്രന്ഥം ഇന്നും 16ന്റെ ഉശിരോടുകൂടി സാഹിത്യ ലോകത്ത് തെളിഞ്ഞു നിൽക്കുകയും കഴിഞ്ഞ വി സച്ചിദാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് കേരളം അതിന്റെ 400ാം വാർഷികം കൊണ്ടാടി ഔദ്യോഗിക ഗവൺമെന്റിന്റെ ബഹുമതിയോടെ. അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ ഗ്രന്ഥമാണ് മുഹീദ്ദീൻ മാല. മുഹീദ്ദീൻ മാലയിലെ പരാമർശ വിഷയം വളരെ വലിയൊരു പണ്ഡിതനായ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായിരുന്ന മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നറിയപ്പെടുന്ന വലിയൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ചരിത്ര സമാഹാരമാണ്, അദ്ദേഹത്തെ വർണ്ണിക്കുന്ന നല്ലൊരു കവിതയാണ്, ചരിത്രം ഉൾക്കൊള്ളുന്ന കവിതയാണ് മുഹീദ്ദീൻ മാല. അതിന് 156 പദ്യങ്ങളുണ്ട്. ആ പദ്യങ്ങൾ പലതും പഴയ മലയാളവും തമിഴൊക്കെ കൂടിക്കലർന്നതാണ്. അന്നത്തെ അന്നത്തെ ഇവിടുത്തെ സാഹചര്യം, മലയാളം അത്ര സജീവമായല്ലാത്ത സാഹചര്യത്തിൽ തമിഴ് പലപ്പോഴും കടന്നുകൂടിയിട്ട് അവർ സംസാരങ്ങളിലൊക്കെ നിഴലിക്കാറുണ്ട്. അത് മുഹീദ്ദീൻ മാലയും പല വാക്കുകളിലും കാണാം. അതിന്റെ ഓരോ വാക്കുകളും വിശദീകരിച്ചു, അതിന്റെ ഇസ്ലാമിക സ്വഭാവങ്ങളൊക്കെ എന്താണ് പറയുന്നതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഉള്ളവനും ഈ വിനീതനും അതിനെപ്പറ്റിയുള്ള ഒരു പഠനം നടത്തിയപ്പോൾ ഞങ്ങൾ ഒരുപാട് ഇതുപോലെ കേരളത്തിൽ മുഖാമുഖം നടത്തി. അങ്ങ് കാസർഗോഡ് മുതൽ മണ്ണാർക്കാട് വരെ ഞങ്ങൾ മുഖാമുഖങ്ങൾ നടത്തി. ഇതുപോലെ ആളുകൾക്ക് സംശയ നിവാരണത്തിനുള്ള അവസരം. ഇതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ പഠനത്തിന് ഇൻഷാ അല്ലാഹ് ഒരു ഗ്രന്ഥം ഞങ്ങൾ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈസി എന്ന കേരളത്തിലെ വലിയ പ്രഭാഷകനാണ്. അദ്ദേഹം ഇതിനെപ്പറ്റി മുഹീദ്ദീൻ മാല വ്യാഖ്യാനം എന്ന നല്ലൊരു ബൃഹത്തായ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അത് വാങ്ങി വായിച്ചാൽ നിങ്ങൾക്ക് കുറേ അതിൽ ലഭ്യമാകും. ഇനി ലളിതമായ ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വായിച്ചാൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാൻ സാധിക്കും. മുഹീദ്ദീൻ മാലിനെ പറ്റി വല്ലതും നിങ്ങൾക്ക് ഇപ്പൊ അറിയാനുണ്ടോ? തുടർ പഠനം ആവശ്യമുണ്ട്. നിങ്ങൾക്ക് മുഹീദ്ദീൻ മാല 156 ബൈത്ത് ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പൊ ഈ ഇരുന്നിരിപ്പിന്നാവൂല, ഈ പ്രഭാഷണത്തിലാവൂല. അത് വലിയ ചോദ്യം ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് തരും. എവിടെ വരണം? ഞാൻ 88-ൽ സൗദി അറേബ്യയിലുണ്ടായ ആളാണ്. 88-ൽ സൗദി അറേബ്യയിലുണ്ടായ ആളാണ്. ആയിക്കോട്ടെ, ഞാൻ പറയാം. ഈ സദസ്സായി നിങ്ങൾ ഇപ്പൊ പോകരുത്, കുറച്ചു നേരം ഇരിക്കും. നമ്മൾ എങ്ങനെയാ വരേണ്ടത്, എവിടെയാ പഠിക്കേണ്ട സൗകര്യം ഞങ്ങൾക്ക് തരാം. നിങ്ങളുടെ ഈ മുന്നേറ്റത്തിന്, പഠന താല്പര്യതയ്ക്ക് ഞങ്ങൾ എല്ലാവിധ ആശീർവാദങ്ങളും നൽകുകയാണ്. എവിടെയിരിക്കും വേറെ മുഹീദ്ദീൻ മാലയെ പറ്റി അറിയാനുള്ള ആളുകൾ വരിക, ആരെങ്കിലും സംശയത്തിലുണ്ടെങ്കിൽ. നിങ്ങൾ ഇപ്പൊ ഇരുന്നിടത്ത് തന്നെ ഇരുന്നാൽ മതി കേട്ടാ. 10 മണിക്ക് ശേഷം നിങ്ങൾക്ക് മറുപടി പറഞ്ഞുതരും. അതെ, ആയിക്കോട്ടെ. അവിടെ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുക, സംസാരിക്കരുത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ വിശദീകരണത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. നായന്നാരുളാലേ ഇൽമ് പറയുമ്പോൾ നാവീനെ നേരെ ഒളിവ് ഇറങ്ങുന്നോർ. മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു
തങ്ങളവറുകൾ ഇങ്ങനെ ദർസ് നടത്തുന്ന സമയത്ത് നാവിനിങ്ങനെ പ്രകാശം തുടിച്ചു നിൽക്കാറുണ്ട് എന്ന്, ഒരു പ്രത്യേകമായ പ്രകാശം തന്റെ നാവിൻ തുമ്പിലേക്ക് വരാറുണ്ട് എന്നാണ് ഈ വരിയിൽ മഹാനായ ഖാദി മുഹമ്മദ് അവതരിപ്പിച്ചത്. ഇതിന് അവലംബം ബഹ്ജയിലെ 199 ബൈത്താണ്. ബഹ്ജയിലെ 199 പേജിലെ ഒരു സംഭവമാണ്. മഹാനായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ വിശദീകരിച്ചതുപോലെ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ തന്റെ ബഗ്ദാദിലെ മദ്രസയിൽ വെച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കവേ തന്റെ നാവിൽ പലപ്പോഴും ഇങ്ങനെ പ്രത്യേകമായ ഒളിവ് വന്നിരുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് തന്റെ ശിഷ്യന്മാർ പറഞ്ഞത് ഖാദി മുഹീദ്ദീൻ മാലിക് ചരിത്രത്തിന് ആധാരമായ ബഹ്ജ എന്ന കിതാബിന്റെ 199 പേജിലുണ്ട്. അതൊരു കറാമത്താണ്, തീർച്ചയായിട്ടും അതൊരു കറാമത്താണ്. അങ്ങനെ കറാമത്ത് ധാരാളം ചരിത്രത്തിൽ കാണാം. ഉദാഹരണത്തിന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനാണ് അദ്ദേഹം ഇങ്ങനെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കവേ അദ്ദേഹത്തിന്റെ വഴക്ക് കെട്ടുപോയി. മെഴുകുതിരിയോ മറ്റോ ആവോ, അതിന്റെ എണ്ണ തീർന്ന് അത് കെട്ടുപോയി, അത് നഷ്ടപ്പെട്ടുപോയി. മഹാനായ ഇമാം നവവിയുടെ തുടർ എഴുത്തിന് അത് വിഘാതമായി. മഹാനായ ഇമാം നവവിയുടെ കൈ പ്രകാശിച്ചു, തന്റെ കൈ പ്രകാശിച്ചു. മഹാനായ ഇമാം നബിയുടെ വിരൽ പ്രകാശിച്ചു. ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ ഇമാം നബി തുടർന്ന് ഗ്രന്ഥമെഴുതി എന്ന് ഇമാം നബിയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ ഇതുപോലെ അവിടുന്ന് ഗ്രന്ഥമെഴുതുമ്പോൾ തന്നെ വിളക്ക് കെട്ടുപോയപ്പോൾ അല്ലാഹു ശജർ അടുത്തിരിക്കുന്ന മരം പ്രകാശിച്ചു. ആ പ്രകാശത്തിന്റെ ചുവട്ടിലിരുന്നുകൊണ്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഗ്രന്ഥം രചിച്ചത് പറയുകയാണ്. അതുപോലെ മഹാന്മാരായ പല ആളുകൾക്കും ഇതുപോലെ പ്രകാശിച്ചിട്ടുണ്ട്. അതിലൊരു സംഭവം വിശുദ്ധ ഖുർആൻ ഒരു പ്രവാചകന്റെ ചരിത്രവും പറയുന്നുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ശത്രുക്കളുടെ മുമ്പിൽ കാണിച്ചൊരു മുഅ്ജിസത്തായിരുന്നു, ഒരു അത്ഭുതമായിരുന്നു. തന്റെ കൈ കക്ഷത്തിലേക്ക് വെച്ചുകൊണ്ട് അത് പുറത്തേക്ക് എടുത്താൽ അല്ലാഹു ആ കൈ പ്രകാശിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിന് സമാനമായ കറാമത്തുകളിൽപ്പെട്ട ഒരു കറാമത്തായിരുന്നു ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ക്ലാസ് നടത്തുന്ന സമയത്ത് തന്റെ നാവിലൂടെ പ്രത്യേകമായ പ്രകാശം വന്നത്. ഇനിയും ഇവിടെ ഒരു ചോദ്യം എഴുതി തന്നിട്ടുണ്ട്. എഴുതി തരുന്നതിന് നമ്മൾ പ്രോത്സാഹനം എഴുതി തരുന്ന ചോദ്യത്തിന് നമ്മൾ പ്രോത്സാഹനം കൊടുക്കണില്ല. പരമാവധി നേരിൽ ചോദിക്കുക എന്നുള്ളതാണ്. എന്നാലും വന്ന സ്ഥിതിക്ക് വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ പരിഗണിക്കുന്നു. രണ്ട് ചോദ്യമാണ്. ഒന്ന്, മാലകളിൽ കയവൻ തവാഫ് ചെയ്യുന്ന വിധം പറയുന്നുണ്ട്, അത് ഇസ്ലാമികമാണോ? KP മുഹമ്മദ് കോടക്കാട്. മാലകളിൽ കഅബ തവാഫ് ചെയ്യുന്ന വിധം പറയുന്നുണ്ട്, അത് ഇസ്ലാമികമാണോ എന്ന ചോദ്യം. രണ്ട് മാലയാണ് ഈ കഅബ തവാഫ് ചെയ്യുന്ന കഥ പറയുന്നത്. ശരിക്കും കേട്ടോളൂ. കഅബാനെ ചുറ്റുവാർ കുതുബാണോരെല്ലാരും കഅബൻ തവാഫന്ന് താൻ ചെയ്യുമെന്നോവർ. ഇതാണ് മുഹീദ്ദീൻ മാലയിലുള്ള വരി. എന്താണ് പറഞ്ഞത്? അത് മഹാനായ ശൈഖ് ജീലാനി പറഞ്ഞൊരു വാചകമാണ്. ശൈഖ് ജീലാനി ചൊല്ലിയൊരു ബൈത്തുണ്ട്. എന്താണ് ആ ബൈത്ത്? മഹാനായ ശൈഖ് ജീലാനി പറയുന്നത്, അവിടെ ചെന്ന ബൈത്തിൽ മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇവിടെ അതിനിടയിൽ പിന്നെ കടലാസ് കാണുന്നില്ല. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്ന് തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം. നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പോൾ തബ്ലീഗ് ജമാഅത്ത് നമ്മുടെ പ്രദേശങ്ങളിൽ വ്യാപകമായി വരികയാണ്. വഹാബികൾ ഇങ്ങനെ പിളർന്ന് ഗ്രൂപ്പായപ്പോഴേ വഹാബികളിലേക്ക് ഇപ്പോൾ ആരും പോകുന്നില്ല. അയ്യോ എന്നെ മുജാഹിദ് എന്ന് വിളിക്കല്ലേ എന്ന് അത്ര വഷളത്തരം
പരിപാടി പ്രസ്ഥാനമായി മുജാഹിദ് മാറിയപ്പോൾ ആളുകൾ ഒഴുകുന്ന മറ്റൊരു ദിശയാണ് തബ്ലീഗ് ജമാഅത്തും, മറ്റൊന്ന് പിഴച്ച തരീഖത്തുകൾ. തബ്ലീഗ് എന്താ കുഴപ്പം? നമ്മൾ ആൾക്കാരുടെ സംശയം എന്താണ് തബ്ലീഗിന്റെ പ്രശ്നം? അത് വിശദീകരിച്ചുകൊണ്ട് ഈ അടുത്ത് നടത്തിയ ഒരു ശിവപുരത്ത് നടത്തിയ ഒരു തബ്ലീഗ് ജമാഅത്ത് പഠന പ്രഭാഷണത്തിന്റെ ഒരു CD ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അത് വേണ്ടുന്ന ആളുകൾ, അത് അതിന്റെ ചെലവ് പൈസ മാത്രം ഈടാക്കി 25 റുപ്യക്ക് ഒരു കോപ്പി വേണ്ടുന്ന ആളുകൾ അത് കൈവശപ്പെടുത്തുകയും അത് കേട്ട ആളുകൾ അടുത്ത തബ്ലീഗിനെ പറ്റി സംശയം മഹല്ലുകളിലൊക്കെ വ്യാപിച്ചു വരുന്ന അത്തരം സാഹചര്യങ്ങളിൽ സംശയ ദൂരീകരണത്തിന് അത് നൽകുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. പഴയ കാലത്തെ ഉറുദു ബുക്കല്ല, തബ്ലീഗുകാർ ഇപ്പം മലയാളത്തിൽ എഴുതിയ ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ, വഹാബിസങ്ങൾ ധാരാളം അതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ പ്രാർത്ഥന, ആരാധനയും ആദരവും തമ്മിലുള്ള വ്യത്യാസം വിവരിക്കുന്ന ഒരു വഹാബി ഖണ്ഡന CD-യും ഇവിടെ സദസ്സിൽ ലഭ്യമാണ്. അത് വേണ്ട ആളുകൾ വാങ്ങണമെന്നറിയിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഷെയ്ഖ് ജീലാനി ചൊല്ലിയൊരു ബൈത്തുണ്ട്. എന്താണത്? കുല്ലു കുതുബിൻ യതൂഫു ബിൽ ബൈതി സബ്ആ വഅനൽ ബൈതു ത്വായിഫുൽ ലിഖിയാമി. ഈ ബൈത്താണ് മഹാനായ ഖാദി മുഹമ്മദ് തങ്ങൾ സുന്ദരമായി മലയാളത്തിൽ ചൊല്ലിയത്. എന്താണ് ആ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ചൊല്ലിയ ബൈത്ത്? അത് ഞാൻ ആദ്യം വിശദീകരിക്കാം. കുല്ലു ഖുതുബിൻ യതൂഫു ബിൽ ബൈതി സബ്അ, കഅബ തവാഫ് ചെയ്യുന്ന എല്ലാ ഔലിയാക്കളും, വഅനൽ ബൈതു, ഞാനും ഒരു കഅബയാണ്, ത്വായിഫുൽ ലിഖിയാമി, ഞാനാകുന്ന കഅബനെ അവർ ചുറ്റുന്നു. അപ്പൊ കഅബനെ ചുറ്റുന്ന ഔലിയാക്കളൊക്കെ എന്നെ ചുറ്റുന്നു. കഅബനെ ചുറ്റുന്ന ഔലിയാക്കളൊക്കെ കുത്തുബുകളൊക്കെ ഞാനാകുന്ന കഅബനെ ചുറ്റുന്നു. അത് അറബിയിലെ ഒരു ചൊല്ലുണ്ട്, കേട്ടോളുകൾ. കൽ കഅബത്തി തുസാറു വലാ തസൂർ, കൽ കഅബത്തി തുസാറു വലാ തസൂർ. എന്താ പറഞ്ഞത്? അദ്ദേഹം കഅബ പോലെയാണ്. കഅബന്റെ പ്രത്യേകത, കഅബനെ എല്ലാവരും ചുറ്റും, കഅബ ആരെയും അങ്ങോട്ട് ചുറ്റൂല, അല്ലേ? അങ്ങനെയല്ലേ? എല്ലാവരും കഅബനെ ചുറ്റില്ല എന്നതുപോലെ അദ്ദേഹം കഅബനെ പോലെയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് എല്ലാവരും അങ്ങോട്ട് പോകും, മൂപ്പരാരുടെ അടുത്ത് ഇങ്ങോട്ട് വരാറില്ല. ഉദാഹരണം പറഞ്ഞാൽ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ, തങ്ങളെ കാണാൻ എല്ലാവരും അങ്ങോട്ട് പോല, അല്ലേ? തങ്ങൾ ആരെയും കാണാൻ ഇങ്ങോട്ട് വരലില്ല. ഒരാളെയും നമ്മളല്ല പറഞ്ഞ മേന മാമിൻ ആമിൻ ഇല്ല അവക്കത് ഹുസ്സ, അപൂർവം ചിലതൊക്കെ എല്ലാത്തുനിന്നും ഒഴിവാക്കേണ്ടി വരും. അപ്പൊ എല്ലാവരും അങ്ങോട്ട് കാണാൻ പോകലാണ്, മൂപ്പർ ഇങ്ങോട്ട് ആരെയും കാണാൻ വരാറില്ല എന്ന അർത്ഥത്തിൽ അറബിയിൽ ഒരു ചൊല്ലുണ്ട്, കൽ കഅബത്തി തുസാറു വലാ തസൂർ. അതാണ് പറഞ്ഞത്. കുല്ലു കുതുബിൻ യതൂഫു ബിൽ ബൈതി സബ്അ വഅനൽ ബൈതു ത്വായിഫുൽ ഖിയാമി. കഅബനെ ചുറ്റുന്ന എല്ലാ കുത്തുബകളും, വഅനൽ ബൈതു, ഞാനൊരു കഅബയാണ്, ഞാനാകുന്ന കഅബയെ, ത്വായിഫുൽ ഖിയാമി, അവരെന്നെ ചുറ്റുകയാണ്, എന്റെ ഖൈമയെ ചുറ്റുകയാണ്, ഞാനാകുന്ന ഖൈമയെ ചുറ്റുകയാണ്, എന്റെ അടുത്തേക്ക് അവർ വരികയാണ് എന്നാണ് പറഞ്ഞത്. ഇനി അതേ ബൈത്ത് മറ്റൊരർത്ഥത്തിനും സാധ്യമാണ്. എന്താണത്? കുല്ലു കുതുബിൻ യതൂഫു ബിൽ ബൈതി സബ്അ, എല്ലാ കുത്തുബുകളും പരിശുദ്ധമായ കഅബനെ ചുറ്റുന്ന എല്ലാ കുത്തുബുകളും കഅബനെ ചുറ്റുമ്പോൾ, വഅനൽ ബൈതു ത്വായിഫുൽ ഖിയാമി, ഞാനൊരു കഅബയാണ്, ആളുകളൊക്കെ ചുറ്റുന്ന കഅബ എന്നെ ഇങ്ങോട്ട് ചുറ്റുന്നുണ്ട്. അങ്ങനെ അർത്ഥം. അതാണ് മഹാനായ ഖാദി മുഹമ്മദ് പാടിയത്. കഅബാനെ ചുറ്റുന്നോർ കുതുബാനോരെല്ലാരും കഅബൻ തവാഫന്ന് താൻ ചെയ്യുമെന്നോർ. ഖാദി മുഹമ്മദിന്റെ സാഹിത്യ ലോകത്ത് ഭംഗിയും കഴിവ് പറയാൻ ഈ ഒരൊറ്റ വരി മതി. എന്തുകൊണ്ട്? മുഹീദ്ദീൻ ശൈഖ് ചൊല്ലിയ ഈ പദം, ഈ ബൈത്ത് ദ്വയാർത്ഥം ധരിപ്പിക്കുന്നതാണ്. രണ്ടർത്ഥം അതിലുള്ളതുപോലെ അതേ രണ്ടർത്ഥം അവശേഷിപ്പിക്കുന്ന ബൈത്താണ് ഖാദി മുഹമ്മദ് പാടിയത്. ഖാദി മുഹമ്മദിന്റെ വലിപ്പം അപ്പോഴാ തിരിയാ. മുഹീദ്ദീൻ ശൈഖിന്റെ ഈ വരി രണ്ടർത്ഥവും വെക്കണം. അതിന് ഖാദി മുഹമ്മദിന്റെ വരിയും രണ്ടർത്ഥവും ധരിപ്പിക്കുന്ന, ദ്വയാർത്ഥം ധരിപ്പിക്കുന്ന കവിതയാണ്. കഅബൻ തവാഫിന്റെ കഅബ, ഓ ആ
മറന്നു പേജ് പറഞ്ഞു. കിട്ടി. ഇസ്ലാമിക പ്രമാണം എന്താണ് പറയുന്നത് നമുക്ക് പരിശോധിക്കാം. ഇമാമിങ്ങൾ എന്ത് പറയുന്നു, ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു. ഒന്ന്, ഞാൻ ആദ്യം ഇമാമിങ്ങളെ ഉദ്ധരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതാണ്, ഷെയ്ഖുന ശംസുൽ മീക്കി ഉസ്താദ് പറഞ്ഞതാണ്, അതുകൊണ്ട് ഈ സമസ്തക്കാരിങ്ങനെ ഖുറാഫാത്ത് പറഞ്ഞു നടക്കുകയാണ്, ഈ സമസ്തന്റെ ഉസ്താദുമാരായ മഹദൂന്നങ്ങളും അതുപോലത്തെ ഖുറാഫികൾ പറഞ്ഞതാണ് എന്ന് ഇവർ പറയുന്നത്. ഇബ്നു ഹജർ പറഞ്ഞത് അത് വലിയ ഖുറാഫി എന്നാ പറയാ, അത് വലിയ ഖുറാഫിയ. എന്നാൽ അതിന്റെയൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിജ്റ 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും ജീവിച്ച ഇമാമിങ്ങളൊക്കെ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. മഹാനായ ഇമാം ഗസാലി പറയട്ടെ അവിടുത്തെ ഇഹിയയിൽ, ഇന്ന ലില്ലാഹി ഇബാദ്, അല്ലാഹുവിന് ചില അടിയങ്ങളുണ്ട്, തതൂഫു ബിഹിമുൽ കഅബ, അവരെ കഅബ ഇങ്ങോട്ട് ചുറ്റുന്ന അടിമകളുണ്ട്. ഇമാം ഗസാലി ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം മുഹമ്മദി ഹുവ ഹുജ്ജത്തുൽ ഇസ്ലാമി ദൂന തറദ്ദുദി. 5-ാം നൂറ്റാണ്ടിന്റെ മുദ്ദത്തിലെന്ന് ലോകത്ത് ഒരാളും തർക്കിക്കാത്ത വിധം അംഗീകരിച്ച എല്ലാ എതിരാളികളും തന്റെ കഴിവിന് മുമ്പിൽ നമ്മുടെ ശിരസ്കരായ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ആ ഇമാം ഗസാലി ഇഹിയിൽ പറയുകയാണ്, അതേ വഹാബികളുടെ ആശയ സ്രോതസ്സായ ഇബ്നു തൈമിയ പോലും അംഗീകരിച്ച ഇഹിയയിലെ ഗസാലിയെ ഇമാം ഇബ്നു തൈമിയ പോലും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഹിയാ ഉലൂമുദ്ദീനിൽ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാൻ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കഅബ ഇങ്ങോട്ട് ചുറ്റും. അങ്ങനെ ചുറ്റാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് പറയാം. ഇമാം ഗസാലി പറഞ്ഞു. ഇനി അടുത്ത ഇമാം പറയുന്നത് കേട്ടോളൂ. കഅബനെ ചുറ്റുന്ന സമയത്ത് കഅബ അവിടെ നിന്ന് ഇളകിയിട്ട് അവിടെ നിന്ന് പോകുമ്പോ കഅബനെ എങ്ങനെ ആള് ചുറ്റുക? ഒരു ചോദ്യം. രണ്ടാമത് കഅബ അങ്ങനെ ചുറ്റും ആരെങ്കിലും കണ്ടോ? രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ട് സാധ്യതയും മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ-ഹാവിയിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. നിങ്ങൾ വിചാരിക്കേണ്ട ഇഹിയ മാത്രം ഞങ്ങൾ തെളിവ് എന്നല്ല. ഖുർആൻ പറയേണ്ടടുത്ത് ഖുർആൻ പറയും, യുക്തി പറയേണ്ടടുത്ത് യുക്തി പറയും, നിരീശ്വരവാദിയാ ചോദിച്ചാൽ യുക്തി കൊണ്ട് മറുപടി പറയും. എല്ലാം പറഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താ ഇമാം സുയൂത്തി പറയുന്നത്? അവിടുത്തെ അൽ-ഹാവിയിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. പരിശുദ്ധമായ കഅബ ശരീഫ്, ആ കഅബ ശരീഫിനെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ചുറ്റുന്ന സമയത്ത് നിലവിലുള്ള കഅബ അവിടെ തന്നെ ഉണ്ടാകും. നിലവിലുള്ള കഅബ അവിടെ തന്നെ ഉണ്ടാവും. വേറെ കഅബ അവർ ചുറ്റുകയാണ്. അതിന് രണ്ട് കഴിവുണ്ടോ? ഒരു കഴിവൊക്കെ രണ്ടാകാൻ കഴിയും. ഈ ചോദ്യം മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത് എവിടെയാണെന്നറിയോ? ഒരാൾക്ക് രണ്ടാകാൻ കഴിയോ എന്ന ചോദ്യത്തിന് ഉത്തരം. ഒരാൾക്ക് രണ്ടാകാൻ കഴിയും. ഒരു തടി, ഒരു മനുഷ്യൻ തഅദ്ദുദുൽ അജ്സാദ്, ഒരു മനുഷ്യൻ ഒന്നിലധികം ബോഡിയാകാൻ കഴിയുമോ? കഴിയുമെന്നതിന് ഉദാഹരണം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത് ഈ സംഭവം. കഅബ ഇമാമിങ്ങളൊക്കെ ചുറ്റിയിട്ടുണ്ടല്ലോ, ഒരിക്കലും കഅബ നിലവിലുള്ള കഅബ അവിടെ നടങ്ങിയിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് പിന്നെ എങ്ങനെ കഅബ ചുറ്റി? അത് ഒന്നിലധികം കഅബ തഅദ്ദുദുൽ അജ്സാദ്, അത് ഒന്നിലധികം ബോഡി സ്വീകരിച്ചതാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അള്ളാഹു കൊടുക്കുന്ന ഒരു സിദ്ധിയാണ് അത് എന്ന് മഹാനായ ഇമാം സുയൂത്തി പറയുന്നു. അതിന് സമാനമായ സംഭവം സൂറത്ത് അൻഫാലിൽ ബദരീങ്ങളുടെ സംഭവം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം തടികൾ സ്വീകരിച്ച മഹാന്മാരായ ഈ പരിശുദ്ധരായ ബദർ യുദ്ധത്തിന് സാന്നിധ്യം വഹിച്ച മഹാന്മാരുടെ സംഭവം പറയുമ്പോൾ സൂറത്ത് അൻഫാലിൽ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ആലോചിക്കൂ, പരിശുദ്ധമായ കഅബ അവിടുന്ന് ഇളകിയിട്ട് തന്നെ, അവിടുന്ന് ഇറങ്ങി വന്നിട്ട് തന്നെ ഒരു വലിയ ചുറ്റുന്നതിനും പരിശുദ്ധ ഇസ്ലാം എതിരല്ല. കഅബനേക്കാളും ബഹുമാനം അല്ലാഹുവിന്റെ മഹാന്മാർക്കുണ്ട്. കഅബനേക്കാളും ബഹുമാനം അല്ലാഹുവിന്റെ മഹാന്മാർക്കുണ്ട്. അതുകൊണ്ട് അതിനെതിരല്ല. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ സംഭവം ഞാൻ മാത്രം പറയട്ടെ. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ വളരെ ചെറിയ ഒന്നാണല്ലോ ഭൂമി എന്നത്. ഭൂമിയെ പറ്റി, ആകാശത്തെ പറ്റി, അല്ലാഹുവിന്റെ അർശിനെ പറ്റി, കുർസിയെ പറ്റിയൊക്കെ ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ അർശിനെ പറ്റി മാത്രം, അർശിലുള്ള ഒരു കുർസിയെ പടച്ചവന്റെ ഉപവിഷ്ടമാകുന്ന
ഒരു കുർസി, ആ കുർസിയെ പറ്റി മാത്രം സൂറത്ത് ബഖറയിൽ കാണാം. വസിയ കുർസിയുഹു സ്സമാവാതി വൽ അർദ്. ആ കുർസി മാത്രമുണ്ട് അല്ലാഹുവിന്റെ 7 ആകാശങ്ങളെക്കാളും ഭൂമിയെക്കാളും വലിയ വലിപ്പം. ആ കുർസിയും അതുപോലെ അല്ലാഹുവിന്റെ അർശും അതിനേക്കാളൊക്കെ എത്രയോ ചെറിയ ഒന്നാണ് ഭൂമി. ഭൂമിയിലെ വളരെ ചെറിയ പ്രദേശമാണ് ജനപ്പാർപ്പുള്ള ഭൂമി. ആ ഭൂമിയിലെ വളരെ കൊച്ചു ബിൽഡിംഗാണ് കഅബ. ആ കഅബ ഇളകാൻ പറ്റുമോ? കഅബ മാത്രമല്ല, ഭൂമി ഇളകുന്നില്ലേ? ഭൂമി ഇളകുന്നില്ലേ? ആരാ ഭൂമി ചലിപ്പിക്കുന്നത്? ആരാ ഭൂമി ചലിപ്പിക്കുന്നത്? അള്ളാഹുവാണ് ഭൂമി ചലിപ്പിക്കുന്നവൻ. അല്ലെങ്കിൽ നിരീശ്വരവാദിക്ക് പറയാൻ ഇങ്ങോട്ട് വരട്ടെ, പറഞ്ഞുതരാം തെളിവ്. ഉമ്മൻചാണ്ടി കഴിഞ്ഞ മുഖ്യമന്ത്രിയായ സമയത്ത്, ഈ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ മുഖ്യമന്ത്രിയായ സമയത്താണ് കേരളത്തിൽ സുനാമി ഉണ്ടായത്. ഒരു ഇൻഫർമേഷനും ശാസ്ത്രജ്ഞന് കൊടുത്തില്ല. ഭൂമി കുലുങ്ങി, സുനാമി ഉണ്ടായി. കടല് വെള്ളം അതിശക്തമായി അടിച്ചു കയറി എത്രയോ ആളുകളും പ്രദേശങ്ങളും വെള്ളത്തിലായി. അങ്ങനെ ഉമ്മൻചാണ്ടി ശാസ്ത്രജ്ഞന്മാരെ ചെവിയിൽ പിടിച്ചെന്നാ എന്താ പണി, കടന്നുറങ്ങല്ല ശമ്പളം മേടിച്ചിട്ട് വേഗം നോക്കുന്നു. അപ്പൊ അവർ നോക്കിയിട്ട് നാളെ ഒന്നും കൂടി സുനാമി ഉണ്ടാവുകയാണ്. ഞാനന്ന് കുമ്പള ടൗൺ പള്ളിയിൽ ജോലി ചെയ്യാണ്. അതൊരു കടപ്രദേശമാണ്. കടപ്രകാരം മുഴുവൻ ഞങ്ങളെ മദ്രസയെ കൊണ്ടാണ് താമസിപ്പിച്ചു. രാവിലെ മദ്രസ കേൾക്കേണ്ടി വന്നു, മൂത്രിച്ചിട്ട്, കുട്ടികളൊക്കെ മൂത്രിച്ചിട്ട്. കാരണം ഉമ്മൻചാണ്ടിന്റെ ശാസ്ത്രജ്ഞന്മാർ, ശമ്പളം പറ്റുന്ന ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതാ നാളെ ഒന്നും കൂടി ഇളകാൻ സാധ്യതയുണ്ട്, സുനാമി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം. ഒരനക്കവും ഉണ്ടായില്ല. അപ്പൊ മനുഷ്യ സങ്കല്പത്തിനും കണ്ടുപിടുത്തത്തിനും അപ്പുറത്താണ് ബഹുഭൂരിഭാഗം അറിവുകളും ഉള്ളതെങ്കിൽ ആ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം പടച്ച തമ്പുരാനിലേക്ക് വിരൽ ചൂണ്ടുന്നുവെങ്കിൽ, രാജാതിരാജനായ അള്ളാഹു ഈ ഭൂമിയെ പിടിച്ച് കുലുക്കുമെങ്കിൽ, ഇനി നിങ്ങൾ നോക്കൂ, ഈ ഭൂമിയെക്കാളും എത്രയോ 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 ഇരട്ടി വലിപ്പമുള്ള അള്ളാഹുവിന്റെ അർശ്, ആ അർശും കുലുങ്ങിയിട്ടുണ്ട്. ഭൂകമ്പമല്ല, അർശ് കമ്പമുണ്ടായിട്ടുണ്ട്. എപ്പോഴാണ് അർശ് പ്രകമ്പനം കൊണ്ടതെന്നറിയോ? ഒരു വലിക്കിന് വേണ്ടി ഒരു സഹാബിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിയായ സഅദ് ഇബ്നു മുആദ്. ആരാണ് സഅദ് എന്നറിയുമോ? സഅദ് വഫാത്തായാണ് അള്ളാഹുവിന്റെ റസൂല് വിരലിൽ ഊന്നിയിട്ടല്ലേ നടന്നത്. ആ പെരുവിരലിൽ മാത്രം ഊന്നിയിട്ട് അള്ളാഹുവിന്റെ റസൂല് നടക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബ ചോദിച്ചു, നബിയെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പെരുവിരൽ ഊന്നി നടക്കുന്നത്? നിങ്ങൾക്ക് എന്താ കാലിറക്കി വെച്ച് നടന്നുകൂടെ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എനിക്ക് കാല് നിലത്ത് വെക്കാൻ ഇടമില്ലാത്തതിന് ഭൂമി മലായിക്കത്തിൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏതാണ് മലക്കുകൾ എന്നറിയുമോ? ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, ഭൂമി കണ്ടിട്ടില്ലാത്ത മലക്കുകൾ. ആ മലക്കുകൾ മുഴുവനും വന്നത് സഅദിന്റെ ജനാസ കാണാനാണെങ്കിൽ ആ സഅദ് വഫാത്തായെന്ന് സഅദ് ഇബ്നു മുആദ് തങ്ങൾ വഫാത്തായതിനു വേണ്ടി അല്ലാഹുവിന്റെ അർശ് വിറക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വഹാബികളെ ലൈഫാണെന്ന് പറയണ്ട, ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം സുയൂത്തി പാടി പുകഴ്ത്തിയതുപോലെ, ഇമാം ബുഖാരി ഉദ്ധരിച്ചതുപോലെ, അബൂ ഹുറൈറ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന ഈ വിശ്വപ്രസിദ്ധമായ ഹദീസിലൂടെ ഒരു മനുഷ്യന്റെ മൗത്തിന് വേണ്ടി അല്ലാഹുവിന്റെ അർശ് കുലുങ്ങാമെങ്കിൽ, അർശിനേക്കാളും എത്രയോ ചെറുതായ ഭൂമിയിലെ വളരെ ചെറിയൊരു ബിൽഡിംഗായ ബഹുമാനപ്പെട്ട കഅബാലയം അവിടുന്ന് ഇറങ്ങുന്നതിനോ, അവിടുന്ന് സഞ്ചരിക്കുന്നതിനോ, അവിടുന്ന് ചുറ്റുന്നതിനോ ഇസ്ലാമിക ലോകത്ത് യാതൊരു അസംഭവ്യവുമില്ല എന്ന് പ്രമാണങ്ങൾ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. എന്നതായാലും സംശയമുള്ളത് ഒരു സംശയമില്ല. ആർക്കെങ്കിലും ഉണ്ട് ഇങ്ങോട്ട് വരണം. ഒറ്റക്ക് കവലയെ പ്രസംഗിക്കണ്ട, അവരെ നമ്മൾ ക്ഷണിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, എഴുത്ത് വായിക്കണല്ലോ. ആരെങ്കിലും ചോദ്യകർത്താക്കളുണ്ടെങ്കിൽ വരട്ടെ. ഈ എഴുത്ത് എന്ന് പറയുന്ന ഒരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. നമ്മൾ ഓപ്പൺ, ആർക്ക് ചോദിക്കാനുള്ള ഒരു അവസരം വെച്ചതാണ്. വരി ഇങ്ങോട്ട് വരി. ഇവിടെ മൈക്കുണ്ട്, കസാരണ്ട്. എന്നാ മുഹമ്മദ് ഉസ്താദെ മൈക്ക് അങ്ങോട്ട് കൊടുത്തേ. അസ്സലാമു അലൈക്കും. വെല്ലുവിളിയൊന്നുമല്ല, ഒരു സംശയം തീർക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഇത് മാത്രമേ എന്റെ സംശയമുള്ളൂ. അത് മാത്രമല്ല, മുഹീദ്ദീൻ ഷേഖ് ഇപ്പൊ പറയുന്നതുകൊണ്ട് വിഷയമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ബദരീങ്ങളെ രക്ഷിക്കണേ എന്നും പല ഔലിയാക്കളെ രക്ഷിക്കണേ എന്നും മരിച്ചു കിടക്കുന്ന വ്യക്തികളെ രക്ഷിക്കണേ എന്നും പറയുന്നുണ്ട്.
അത് മൗത്ത എന്ന് പറയുന്ന ഒരായത്തുണ്ട്. അത് അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ പരാതി ബോധിപ്പിക്കാവൂ, പ്രാർത്ഥിക്കാവൂ. ശിക്ഷാകർത്താവായ അള്ളാഹുവിൽ മാത്രമേ നമ്മൾ അഭയം പ്രാപിക്കാവൂ എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ സംശയം വന്നത്. അല്ല അങ്ങനെയല്ല. എന്റെ പേര് ഹനീഫ, മുഴപ്പിലങ്ങാട്. നിങ്ങൾ ഇങ്ങോട്ട് വരി. ഇങ്ങോട്ട് വന്നാലേ കുറച്ചും കൂടി സൗകര്യം. നിങ്ങളെ ഒന്നും വേദനിപ്പിക്കാനൊന്നുമല്ല. നിങ്ങളെ ചോദ്യം സമാനമായ ഒരുപാട് ആളുകളുടെ ചോദ്യമാണ്. അവരുടെ ശബ്ദമാണ് നിങ്ങൾ ഈ സദസ്സിൽ ഉയർത്തിപ്പിടിച്ചത്. നിങ്ങളെ ഞങ്ങൾ വന്ദിക്കുകയാണ്. നിങ്ങളെ സദസ്സിന്റെ മുമ്പിൽ ഇരിക്കേണ്ട ആളാണ്. നിങ്ങളോടല്ലേ പറഞ്ഞ 10 മണിക്ക് നിങ്ങളെ സമയം? ഇത് ടൈം 10 മണി. അപ്പോ ഇവിടെ ചോദിച്ച ചോദ്യം, നിങ്ങൾ പറഞ്ഞ ന്യായവും ചോദ്യവും തമ്മിൽ ബന്ധം വളരെ ദൂരമാണ്. ഇന്നക്കലാ തുസ്മിൽ മൗത്ത എന്ന ആയത്തുള്ളതുകൊണ്ട് മൊയ്തീൻ ശേഖയെ രക്ഷിക്കണമെന്ന് ചോദിക്കുന്ന പ്രശ്നമല്ല. അത് തമ്മിൽ ബന്ധമില്ല. ഇന്നക്കലാ തുസ്മിൽ മൗത്ത അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളോട് രക്ഷിക്കണേന്ന് പറയാന്ന് വന്നു. ഇപ്പോ ഇന്നക്കലാ തുസ്മിൽ മൗത്ത മരിച്ചാൾ കേൾക്കൂല. അപ്പൊ അങ്ങനെ മരിച്ചുപോയതുകൊണ്ടാണ് മൊയ്തീൻ ശേഖനോട് സഹായം പറ്റാ വന്നത്, മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേന്ന് ചോദിക്കാൻ പറ്റാതെ വന്നത് എന്ന് ആ ആയത്ത് അതിന് തെളിവാണെങ്കിൽ അങ്ങനെ വരിക. അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈസാ നബി മരിച്ചിട്ടില്ല, ഈസാ നബിയെ രക്ഷിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇന്നക്കലാ തുസ്മിൽ മൗത്ത എന്ന ആയത്തിനെതിരല്ല. കാരണം ഈസാ നബി മരിച്ചിട്ടില്ല. ഖദർ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുണ്ട്. ഖദർ നബിയെ രക്ഷിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇനി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ മഹാനായ സൂഫി വര്യൻ, ബഹുമാനപ്പെട്ട വലിയ ആലിമും പണ്ഡിതനുമായ ശൈഖുന ചെറുശ്ശേരി ഉസ്താദിനെ രക്ഷിക്കണമെന്ന് പറയാൻ പറ്റുമോ? മരിച്ചിട്ടൊന്നുമില്ല, അവർ ഇപ്പം ജീവിച്ചിട്ടുണ്ട്. അപ്പോ ഇന്നക്കലാ തുസ്മിൽ മൗത്ത എന്ന ആയത്തുള്ളത് കൊണ്ട് പറ്റൂല എന്ന് പറയുന്ന ആ രണ്ട് കൂട്ടിക്കുഴക്കൽ രണ്ടിനുണ്ട്. അത് കൂട്ടിക്കുഴക്കണ്ട. ഇനി ഓരോന്ന് ഞാൻ പറഞ്ഞു. മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ ഒരു ആപൽ ഘട്ടത്തിൽ കുടുങ്ങിയ ഘട്ടത്തിൽ, ഇവിടെ ശ്രദ്ധിക്കണം, ചോദ്യകാരൻ വളരെ ശ്രദ്ധിക്കണം. ആപൽ ഘട്ടത്തിൽ കുടുങ്ങിയ ഘട്ടത്തിൽ എന്റെ ഉമ്മാനെ രക്ഷിക്കണേ, അല്ല ഞാൻ കുടുങ്ങിയിട്ടുണ്ട്, എന്നെ ഒന്ന് ഈ കുടുക്കത്തൊന്ന് രക്ഷപ്പെടുത്തി തരണം, ഒന്ന് രക്ഷിക്കണേ എന്റെ സുഹൃത്ത് സലാം ദാരിമിയോട് അല്ലെങ്കിൽ ഇസാഖ് ഫേസിയോട് ഞാൻ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. നമ്മൾ പറയാറുണ്ട്. ഇസ്ലാമിൽ അതിനൊരു പ്രശ്നമില്ല. കാരണം ഞാനൊരു കേസിൽ കുടുങ്ങിയിട്ടാണ്, അതിനെ രക്ഷപ്പെടുത്താൻ അദ്ദേഹത്തിനെ കഴിയുള്ളൂ. അല്ലെ ഞാനൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിട്ടാണ്, അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന പ്രതീക്ഷയിൽ ചോദിക്കുകയാണ്. ഇതൊരു സാധാരണമായ കാര്യമാണ്, ഇല്ലേ? സാധാരണമായൊരു കാര്യമാണ്. എന്റെ വണ്ടി ഒരു സ്ഥലത്ത് പാതിരാക്ക് ഇടിച്ചു, ഒരാളവിടെ വന്നു, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം, അത് ഒരു മനുഷ്യനോട് ചോദിച്ച ചോദ്യം അതൊരു സാധാരണ ചോദ്യമാണ്. ഒരു സാധാരണ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെടുത്താൻ ചോദ്യമാണ്. ഈ ചോദ്യം നമുക്ക് ചോദിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ രക്ഷപ്പെടുത്തുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഒരാൾക്കും നമ്മളെ ഒരു വിരലിന്റെ സഹായം പോലും അള്ളാഹു നൽകാതെ കഴിയൂല എന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു, ഹയ്യ അല സ്വലാ, വരിയടോ നിസ്കാരത്തിന്. അപ്പൊ നമ്മളെന്താ പറയണത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പഠിച്ചാണ് നിസ്കരിക്കാൻ വരണമെങ്കിൽ എനിക്കത് സാധിക്കണം, നീ തൗഫീഖ് തരണല്ലോ, നീ കഴിവ് തരണല്ലോ. പള്ളി പോകാനാ, എനിക്ക് കാലില്ലേ, എന്നാ എനിക്ക് എനർജി ഇല്ലേ, പള്ളിയിൽ ഈ അടുത്ത് പഠിച്ചോ തൗഫീഖ് തരണോ എന്നല്ല ഒരു മുഅ്മിൻ വിശ്വസിക്കേണ്ടത്. ഒരു മുഅ്മിനിന്റെ വിശ്വാസം, എന്റെ ഈ പ്രസംഗത്തിന്റെ അടുത്ത വേർഡ് എന്റെ വാചകത്തിലൂടെ പുറത്തു വരണമെങ്കിൽ, എന്റെ നാവിലൂടെ പുറത്തു വരണമെങ്കിൽ അള്ളാഹു തൗഫീഖ് നൽകണം. കമ്മ്യൂണിസ്റ്റ് ചിന്തകനായ വിജയൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് മരിച്ചത്, അല്ലേ? അതുപോലെ നമ്മുടെ തളിപ്പറമ്പിന് തൊട്ട് മുമ്പ് ഒരു സ്ഥലത്ത് ഒരു വയല് പറഞ്ഞുകൊണ്ടിരിക്കും ഒരാൾ, വയല് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങ് വീണു. അയാൾക്ക് എന്താ വയല് പറയാൻ? നാവ്, ഊക്കു, ആരോഗ്യവും ഒക്കെ ഇല്ലേ? അപ്പൊ ഓരോ സമയത്തും അള്ളാഹുവിന്റെ സഹായമുണ്ട്. ഈ സഹായമില്ലാതെ ഒരടിമക്കും ഒന്നും ചെയ്യാൻ കഴിയൂല, ഒരെന പോലും അനങ്ങൂല. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനി, വിശുദ്ധ ഖുർആൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത്. പക്ഷെ സബബാണ്, കാരണമാണ് എന്ന നിലക്ക് സലാം ദാരിമി ഒന്ന് രക്ഷപ്പെടുത്തണേ, പോലീസെ ഒന്ന് രക്ഷപ്പെടുത്തണേ, സുഹൃത്തെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയാറുണ്ട്. ഇനി മഹാന്മാരായ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അസാധാരണമായ കഴിവുകളുണ്ട്. മുഅ്ജിസത്ത്, കറാമത്ത് എന്ന് പറയും. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തും ഔലിയാക്കൾക്ക് കറാമത്തും. ഈ കറാമത്ത് അവർ ദൂരെയുള്ള ആളുകളെ സഹായിക്കൽ ഒരു കറാമത്താണ്. ദൂരെയുള്ള ആളുകളുടെ ശബ്ദം കേൾക്കൽ ഒരു കറാമത്താണ്. ദൂരെയുള്ള ആളുകളെ ഇടപെടൽ കറാമത്തും മുഅ്ജിസത്തുമാണ്. ഈ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരോട് നാം സഹായം ചോദിക്കുന്നത് അള്ളാഹു അവർക്ക് കൊടുത്തൊരു കഴിവ്.
പോലീസിന് അള്ളാഹു ഒരു കഴിവ് കൊടുത്തതുപോലെ, ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തതുപോലെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അള്ളാഹു കൊടുക്കുന്ന ഒരു കഴിവാണ് മുഅ്ജിസത്തും കറാമത്തും. ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ദൂരെയുള്ളത് കാണാനും ദൂരെയുള്ളത് അറിയാനും ദൂരെയുള്ള കാര്യത്തിൽ ഇടപെടാനും കഴിയും. ആ കഴിവ് വെച്ച് സഹായം ചോദിക്കുന്നു, അല്ലെങ്കിൽ സഹായം നൽകുന്നു. ഞാൻ 1-2 എക്സാമ്പിളുകൾ എന്റെ സുഹൃത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഹനീഫ എന്നല്ല പേര്, മുഴപ്പിലങ്ങാട്. ഒന്ന്, മദീന പള്ളിയിൽ നിന്ന് 1000കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ് നഹാവന്ത്. അവിടെ സാരിയത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം യുദ്ധത്തിന് പോയി. അവരിങ്ങനെ മുമ്പിലുള്ള ശത്രുക്കൾ പോരാടിക്കൊണ്ടിരിക്കുമ്പോ മതിലിനപ്പുറത്ത് മലക്കപ്പുറത്ത് ശത്രുക്കൾ ഇവരെ വെല്ലാൻ വേണ്ടി ഒളിഞ്ഞ് പതിഞ്ഞ് വരുമ്പോൾ സാരിയത്തും സഹാബികളും കാണുന്നില്ല. അവർ മുമ്പിലുള്ളവരെ മാത്രം നോക്കി മുന്നേറുമ്പോൾ 1000കണക്കിന് കിലോമീറ്റർ ദൂരെ ഇങ്ങുള്ള മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു. അവിടെ നിന്ന് ഇങ്ങനെ ഖുതുബ നടത്തുകയാണ്. കണ്ടു, രംഗം കണ്ടു. ഉടനെ എങ്ങനെ കണ്ടു? ഇന്ത്യ വിഷൻ എന്തെങ്ങനെയാ കണ്ടത്? ഏത് ചാനലാവോ പഠിച്ചത്? ഒരു ചാനലും ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു 1000കണക്കിന് കിലോമീറ്റർ ദൂരത്തുള്ള സംഭവം. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ വിളിച്ചു, യാ സാരിയ, യാ സാരിയ, BSNL കണക്ഷൻ ഇല്ല അവിടെ, ഐഡിയന്റെ സിമ്മും ഇല്ല, നോക്കിയ ഫോണും ഇല്ല, ഒരൊലക്കപ്പിണ്ണാക്കും ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു, യാ സാരിയ, യാ സാരിയ, അൽ ജബൽ, അൽ ജബൽ, ജബലിന്റെ പിന്നിൽ നിന്ന് ശത്രുക്കളുണ്ട് സാരിയത്തെ എന്ന് മഹാനായ ഉമർ വിളിച്ചപ്പോൾ സാരിയത്ത് ആ വിളി കേട്ടു. നോക്കൂ നിങ്ങള്, ഇത്ര ദൂരെ നിന്ന് കാണാനും സഹായിക്കാനും കഴിയും. ഈ സഹായത്തെ ഈ കഴിവിന്റെ അടിസ്ഥാനത്തിൽ, മുഅ്ജിസത്തിന്റെ കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സഹായം തേടാറുണ്ട്. അങ്ങനെ സഹായം തേടാൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ ഹജ്ജിന് പോവുകയാണ്. ഹജ്ജിന് പോകുന്ന സമയത്ത് മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. വഴിതെറ്റിപ്പോയി. ആരാ വഴി കാണിച്ചു കൊടുക്കുക? നമ്മളിപ്പോ പാതിരാക്ക് മലപ്പുറത്ത് പോവാണ്, അല്ലെങ്കിൽ കോഴിക്കോട് പോവാണ്. വഴി അറിയാത്ത ഒരാൾ വഴിതെറ്റിപ്പോയി, ഒരാളെയും കാണുന്നില്ല, കുറുക്ക് വഴിയിലെത്തിപ്പോയി. എന്ത് ചെയ്യും? വളരെ പ്രയാസപ്പെട്ടു. രാത്രി യാത്ര ചെയ്യുമ്പോൾ നമുക്കെന്നെ അനുഭവപ്പെടാറുണ്ടല്ലേ? ഇനി ഹജ്ജിന് പോകുന്ന മരുഭൂമിയിൽ, വിദേശ രാജ്യങ്ങളിലൂടെയുള്ള സഞ്ചാരം, ആരാരുമില്ലാത്ത മരുഭൂമിയിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കുടുങ്ങിയപ്പോൾ വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ വിളിച്ചു പറഞ്ഞത്? യാ ഇബാദല്ലാഹ് ദുല്ലൂനി അലൽ തരീഖ്, അല്ലാഹുവിന്റെ മഹാന്മാരെ എനിക്ക് വഴി കാണിച്ചു തരൂ. ഒരു വഴി കണ്ടു. അങ്ങനെ മക്കയിലേക്ക് എത്തി. ഈ സംഭവം സഹീഹാണ്. ഹിജ്റ 300ന്റെ ഉള്ളിൽ ജീവിച്ച മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ. ഈ ഒരൊറ്റ സംഭവം പറഞ്ഞിട്ട് മുജാഹിദുകൾ ഇപ്പൊ 8 ഗ്രൂപ്പായത്. കേട്ടോളൂ നിങ്ങൾ. ഇതെന്താണ് അഹ്മദ് ബിൻ ഹംബൽ അങ്ങനെ വിളിക്കാൻ കാരണം? യാ അല്ലാഹ് എന്ന് വിളിക്കാതെ യാ ഇബാദല്ലാഹ് എന്നെന്താ വിളിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്, ഇദാ അദല്ല അഹദുകും ശൈഅൻ ഔ അറാദ അഹദുകും ഔനൻ ഫൽയഖുൽ യാ ഇബാദല്ലാഹ് വഹുവ ബിഅർദിൻ ഫലാ ഫൽയഖുൽ യാ ഇബാദല്ലാഹ് അഗീസുനി അഗീസുനി. ഒരാൾ വളരെ പ്രയാസപ്പെട്ട കുടുക്കിൽപ്പെട്ടാൽ, എന്തെങ്കിലും വല്ല പ്രയാസവും ആവശ്യം വന്ന് സഹായവും ആവശ്യം വന്നാൽ അവൻ വിളിച്ചു പറഞ്ഞു കൊള്ളട്ടെ, യാ ഇബാദല്ലാഹ്, അള്ളാന്റെ മഹാന്മാരെ, ബദരീങ്ങളെ, വൈദീശകളെ, മുത്തുനബിയെ, ജിന്നുകളെ, ജിബ്രീലേ, ഒരു പ്രശ്നവുമില്ല. അപ്പൊ അവർ അള്ളയായോ? എങ്ങനെ അള്ളയാകണത്? സലാം ദാരിമിനോട് ഞാൻ സഹായം ചോദിച്ചതിന് അള്ളയായോ സലാം ദാരിമി? അള്ളാഹു കൊടുക്കാത്ത ഒരു തെരി കഴിവോ ഒരു അടിമക്കുമില്ല. മുഹീദ്ദീൻ ശൈഖിന് കറാമത്ത് കൊണ്ട് വലിയ വലിയ കഴിവ് കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് മുഅ്ജിസത്ത് കൊണ്ട് വലിയ കഴിവ് കൊടുത്തു. സാധാരണക്കാരായ നമുക്ക് ചെറിയ കഴിവ് തന്നു. വലിയ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കാം, കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കാം, സാധാരണ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കാൻ ഒരു പ്രശ്നവുമില്ല. അവർ അള്ളയാന്ന് വിചാരിച്ചിട്ട് സഹായം ചോദിച്ചാൽ സ്വർഗ്ഗം. ഏതുപോലെ യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിച്ചു. യേശുവെ സഹായിക്കണേ, ഇസ്ലാമെന്ന് പുറത്താണ്. യേശു ക്രിസ്തു അല്ലാഹുവിന്റെ വലിയ ഈസാ നബി അല്ലാഹുവിന്റെ നബിയാണ്. യാ ഈസാ ഗിസ്നി, ഒരു പ്രശ്നമില്ല. മറിയം ബീവി, കന്യാമറിയെ സഹായിക്കണേ. അങ്ങനെ ചോദിച്ചാൽ അത് മാറി കന്യാമറി എന്നാണ് മുസ്ലിമേക്ക് പരിചയമില്ല. യാ വലിയത്തല്ലാഹി മറിയം, അതിലൊരു പ്രശ്നമില്ല. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഇനിയും ചോദിക്കും. ഇനി അടുത്ത് ഇന്നകലാ തസ്മീൽ മൗത്ത, എന്താ ആയത്തിന്റെ അർത്ഥം എന്നറിയോ? ഒന്നും തിരിയാത്ത, സാഹിത്യം അറിയില്ല, ഭാഷയൊന്നും അറിയാത്ത പച്ചപ്പാവങ്ങളാണ് ഈ വഹാബികൾ. അവരൊരുത്ത അർത്ഥം മരിച്ചാൾ കേൾക്കൂല. അങ്ങനെ എല്ലാ ആയത്തിനർത്ഥം ഖുർആനിലുണ്ട്. അബൂജഹലിനെ പറ്റി പറഞ്ഞു, സുമ്മൻ ബുക്കുമൻ ഉമ്യൻ. അവര് സുമ്മൻ ബുക്കുമാൻ ഉമ്യൻ, അവർ കണ്ണ് കാണൂല, അവർക്ക് ചെവി കേൾക്കൂല, അവർക്ക് സംസാരിക്കാൻ ഇടമില്ല എന്നൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്.
അതൊക്കെ സാഹിത്യാലങ്കാര ഭാഷയാണ്. നല്ലത് കേൾക്കാൻ കാതില്ല, നല്ലത് മിണ്ടാൻ നാവില്ല, നല്ലത് ഉൾക്കൊള്ളാൻ കൽബില്ല എന്നാണ് അതിനർത്ഥം. സാഹിത്യ ഭാഷയാണ് എന്നതുപോലെ ഖുർആന്റെ ഒരു സാഹിത്യമാണ്. ഇന്നക ലാ തുസ്മിഉൽ മൗതാ, ഈ ഹൃദയം ചത്ത ആളുകളെ നിങ്ങൾ കേൾപ്പിക്കൂല നബിയേ. ഞാൻ പറഞ്ഞത് ഓ കേൾക്കുന്നില്ല എന്ന് ബാപ്പ മക്കൾ പറഞ്ഞിട്ട് കേൾക്കാത്തതിനെ പറ്റി പറയണില്ലേ? കേൾക്കുന്നില്ല എന്നുള്ള ചെവി പൊട്ടിന, കേട്ടതനുസരിക്കുന്നില്ല എന്നതുപോലെ ഇവര് ഹൃദയം ചത്ത ആളുകളാണ് നബിയെ, കാഫിറുകൾ. അവർ ഹൃദയം ചത്തത് കൊണ്ട് നിങ്ങൾ പറഞ്ഞ് കേൾക്കൂല എന്നാണ്, കേൾക്കുന്നു സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞതിനർത്ഥം. കാഫിറുകൾ നബിന്റെ വയന്ന് കേട്ടിട്ട് സ്വീകരിക്കാത്തതിനെ പറ്റി പറഞ്ഞ ആയത്താ മരിച്ചാണ് കേൾക്കൂല എന്നാണ് തെളിവ്. മരിച്ചാണ് കേൾക്കുന്ന ഹദീസിലുണ്ട്, ഇന്നൽ മയ്യിത ലയസ്മഉ ഖർഅനി ആലിഹിം, മരണപ്പെട്ടിട്ട് മയ്യിത്തിനെ മറമാടി തിരിച്ചു പോകുന്ന ആളുകളുടെ കാലിന്റെ ചെരിപ്പടി ശബ്ദം പോലും മയ്യിത്ത് കേൾക്കുമെന്ന് സാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സംശയം തീർന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോകാവൂന്ന് അറിയിക്കുകയാണ്. വെല്ലുവിളിച്ചൊന്നുമല്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുന്നതാണ്. ഇനി ബാക്കിയുള്ള നിങ്ങൾ പറയണം. മനസ്സിലായോ ഇല്ലേ? ഇല്ലെങ്കിൽ എവിടെയാണ് പോയതൊക്കെ ക്ലിയർ ചെയ്യണം. ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉ സുമ്മ ദുആ ഇദാ വല്ലോ മുദ്ബിരീൻ എന്നാണ് ആ ആയത്ത്. ആയത്തിലെന്ന് പറഞ്ഞാല് ഈ നിങ്ങൾക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ പറ്റില്ല, അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് ഈ ചെവി കേൾക്കാത്തവരെ വിളിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം എന്നതാണ് പിന്നെ അതിന്റെ അർത്ഥസഹിതം പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞുതരാം. സൂറത്തുർ റൂമിലെ 52-ാമത്തെ വചനമാണ്. സൂറത്തുർ റൂമിലെ 52-ാമത്തെ വചനമാണ്. فإنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين. ശ്രദ്ധിക്കൂ, നിങ്ങൾ ഓതിയ 2ാമത്തെ ഭാഗമുണ്ടല്ലോ, ഞാൻ നേരത്തെ വെച്ച അർത്ഥത്തിന് കൃത്യമായ തെളിവാണ്. ഞാൻ പറഞ്ഞ അർത്ഥമാണ് ശരിയെന്നുള്ളതാണ് നിങ്ങൾ ഓതിയ അടുത്ത കഷ്ണം, ആ ആയത്തിന്റെ അടുത്ത കഷ്ണം അതാ. വലാ തുസ്മിഉ സുമ്മ ദുആ, ഈ സുമ്മുകളെ, ഈ ചെവിടന്മാരെ, ചെവിട് പൊട്ടിയ ആളുകളെ അവരെ നിങ്ങൾ കേൾപ്പിക്കൂല നബിയെ. അദ്ദുആ, നിങ്ങളുടെ ദഅവത്ത്, നിങ്ങളുടെ വയല്, നിങ്ങളുടെ ഉർദി, നിങ്ങളുടെ വിളി. വിളി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്കുള്ള വിളി. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ എന്ന് ഖുർആനിലുണ്ട്, സൂറത്ത് നൂഹിൽ. അപ്പൊ ആ വിളി അത് കേൾപ്പിക്കൂല. എപ്പോഴേ? ഇതാ വല്ലോ മുദ്ബിരീൻ, അവർ പിന്തിരിഞ്ഞു പോയാൽ. നബി പറയുമ്പോൾ അവർ തിരിഞ്ഞാ പോണത്, പിന്നെ എങ്ങനെ കേൾക്കാൻ കഴിയാ? കേട്ടാൽ അവർ ഉൾക്കൊള്ളുന്നില്ല. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അവർ പിന്തിരിഞ്ഞു പോകുന്ന സദസ്സിന്ന് പോകുന്ന മാത്രമല്ല, അവർ ചെവി പൊത്തലും കേൾക്കാൻ ശ്രമിക്കാതിരിക്കലൊക്കെ പെട്ടു. മാനസികമായുള്ള പിന്തിരിയൽ. അവരെ കേൾപ്പിക്കൂല എന്നാണ് ആ പറഞ്ഞ ആയത്തിനർത്ഥം. അല്ലാതെ മരിച്ചവർ കേൾക്കൂല എന്നല്ല ആയത്തിനർത്ഥം. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ ഇതേ ആശയം പഠിപ്പിക്കുന്ന മറ്റൊരായത്തുണ്ട്. ഇതേ ആശയം പഠിപ്പിക്കുന്ന മറ്റൊരു ശൈലി. സാഹിത്യത്തിൽ ഒരാശയം വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കല്ലോ. വൽ മൗതാ യബ്അസുഹുമുല്ലാഹ്. എന്താ എന്റെ തുടക്കം? വൽ മൗതാ യബ്അസുഹുമുല്ലാഹ്. സോറി, ഒരു സെക്കൻഡ്. കിട്ടി. സൂറത്ത് അൻആമിന്റെ 36-ാം വചനം. ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊന. കേൾക്കൂ സഹോദരൻ, കേൾക്കുന്നുണ്ടല്ലോ. ഇന്നക ലാ തുസ്മിഉൽ മൗതന്റെ അതേ ആശയം ധ്വനിപ്പിക്കുന്ന മറ്റൊരു വചനം, അതേ ആശയമാണ്. സൂറത്ത് അൻആം 36-ാമത്തെ വചനം. നിങ്ങൾ വേണം നോട്ട് ചെയ്തോളി. നിങ്ങൾ ഇപ്പം തന്നെ സമ്മതിക്കൊന്നും വേണ്ട. വീട്ടിലിരുന്ന് നന്നായി മലർന്ന് കിടന്ന് ആലോചിച്ച് പറ്റുമെങ്കിലേ സ്വീകരിക്കൊണ്ടു. മനസ്സിലായ? ഞങ്ങൾ പറയുന്ന ഹക്കാണ്. അള്ളാഹുവിന്റെ ദീൻ ഹക്ക് പഠിച്ചു പറയുകയാണ്. മുറിമൂലന്മാരല്ലേ ഞങ്ങൾ. നിങ്ങൾ കിതാബ് ഓതി ബിരുദവും ഡിഗ്രിയും പഠിച്ചു വരുന്ന ആളുകളാണ്. ഇന്നമാ യസ്തജീബ്, നബിയേ നിങ്ങളെ വയലിന് ഉത്തരം നൽകുന്ന ആരാന്നറിയോ? അല്ലദീന യസ്മഊന, കേൾക്കുന്നവർ മാത്രം. കേൾക്കുന്നവരെ ഉത്തരം നൽകൂ എന്ന് പറഞ്ഞാൽ സമാഉ ഖബൂൽ, സ്വീകാര്യതയുടെ കേൾവിയുള്ള ആളുകളെ ഉത്തരം നൽകൂ. വൽ മൗതാ, കേൾക്കാത്തവരെ പറ്റി പറയാം, ഉത്തരം നൽകാത്തവരെ പറ്റി പറയാം. വൽ മൗതാ, ശവങ്ങള്. അവിടെ മരിച്ചവർ എന്നല്ല അർത്ഥം. നബിന്റെ ദഅവത്ത് കേൾക്കാത്തവരും ഉത്തരം നൽകാത്തവരും. വൽ മൗതാ യബ്അസുഹുമുല്ലാഹ്, നാളെ ഞാൻ കാണിച്ചു തരാം, മഹ്ശറിലേക്ക് കിട്ടുവാ എന്ന് പഠിച്ചവൻ പറയാം. മനസ്സിലായ പറഞ്ഞത്? ഇന്നക ലാ തുസ്മിഉൽ മൗതന്റെ ആശയമാണ് ഇന്നമാ യസ്തജീബുൽ ലദീന യസ്മഊൻ വൽ മൗതാ യബ്അസുഹുമുല്ലാഹ്. വളരെ കൃത്യമാണ്. വൽ മൗതാ, ഹൃദയം ചത്തവരെന്നാണ് അർത്ഥം. അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞത് അല്ലദീന യസ്മഊൻ, കേൾക്കുന്നവർ. ഇന്നമാ യസ്തജീബുൽ ലദീൻ, നിങ്ങൾക്ക് ഉത്തരം നൽകുന്നവർ. അല്ലദീന യസ്മഊൻ, കേൾക്കുന്നവരാണ്. അപ്പൊ കേൾവിയില്ലാത്തവര് വൽ മൗതാ, കേൾവിയില്ലാത്തവർ. ഏതാണ് ആ കേൾവി? അല്ലാഹുവിന്റെ റസൂൽ
റസൂലിന്റെ വയന്ന് കേൾക്കലും അംഗീകരിക്കലുമാണ്. അവരാണ് കേൾക്കുന്നവർ. യസ്മഊന കേൾക്കുന്നവർ അവരാരാണ്? അല്ലദീന യസ്മഊന കേൾക്കുന്നവരാണ്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് വൽ മൗത അവർ ശവങ്ങളാണ്. ശവങ്ങളായെന്ന് പറഞ്ഞാൽ അവർ ശവസമാനരാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇനി ശവങ്ങള് അതെങ്ങനെ ശവസമാനം എന്ന് പറയുകയാണെങ്കിൽ ശവം കേൾക്കാത്തത് കൊണ്ടല്ലേ ശവത്തിനോട് ഉപമപ്പെടുത്തത്? അല്ല, ശവം കേൾക്കുന്നുണ്ട്, ശവത്തിന് ഉത്തരം നൽകാൻ കഴിയൂല. ശവത്തിനെ വിളിച്ചാൽ കേൾക്കുന്നുണ്ട്, പക്ഷെ ശവത്തിന് ഉത്തരം നൽകാൻ കഴിയൂല. അബൂജഹലിനെയും ഉത്തുബത്തിനെയും ശൈബത്തിനെയൊക്കെ ബദറിന്റെ കുഴിയിലിട്ട് മൂടിയിട്ട് റസൂൽ അവരോട് പറയാ, അബൂജഹലെ, ഉത്തുബത്തെ, ശൈബത്തെ ഇപ്പൊ എങ്ങനെ ഉണ്ടടാ? അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഇന്നമാ വഅദനില്ലാഹു ഹഖ്ഖ ഫഹൽ വദത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ബാബു ഖിസ്സത്തു അസ്ഹാബിൽ ബദർ. ഈ അധ്യായത്തിൽ ഇമാം ബുഖാരി 2-ാം ജുസിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവരോട് ചോദിക്കും, എങ്ങനെയുണ്ട് ഇപ്പോ അബൂജഹൽ പറഞ്ഞ് എന്റെ അള്ളാഹ് എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, എവിടെയില്ല മനാത്ത, എവിടെയില്ല ലാത്ത, എവിടെയില്ല ഉസ്സ എന്ന് ശവങ്ങളോട് ഖബറിന്റെ അടുത്ത് പോയി ഖലീബ് പറയുന്ന പൊട്ട കിണറിന്റെ അടുത്ത് വെച്ച് നബിയോട് നബി സംസാരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംശയം, നബിയെ മാ തുകല്ലിമു മിൻ അജ്സാദില്ല അർവാഹ ലഹ, ബോഡി ഇല്ലാത്ത ആത്മാവില്ലാത്ത ബോഡികളോടാണോ നബിയെ നിങ്ങൾ സംസാരിക്കുന്നത്? അവർ കേൾക്കുമോ നബിയെ? മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ അങ്ങനെയല്ല, മാ അൻതും ബിഅസ്മാഇഹിം, നിങ്ങളെക്കാളും അവർ കേൾക്കും, നിങ്ങളെക്കാളും കേൾവി അവർക്കുണ്ട് എന്ന് അബൂജഹലിന്റെ ശവത്തെ പറ്റിയാ പറയണത്. ഇനി മറ്റുള്ള ശവം എന്തായാലും കേൾക്കൂലേ? മൂമിനിന്റെ ശവം മയ്യത്ത് എന്തായാലും കേൾക്കൂലേ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ കേൾക്കുകയും ചെയ്യും, ഉത്തരം നൽകുകയും ചെയ്യും. ഉത്തരം നൽകിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. വേണമെങ്കിൽ അതൊക്കെ ഞാൻ 1/1/1 ആയി പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. വേണമെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം. അല്ല അങ്ങനെയല്ല, നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് പറ്റിയോ? ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് പുതിയ ആയത്തെന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ഉണ്ടോ? വേറെ എന്തെങ്കിലും നിങ്ങളെ കേസാല് ഉണ്ടെന്ന് പറയണം. തോൽപ്പിക്കാനും ജയിപ്പിക്കാനൊന്നുമല്ല. നിങ്ങൾക്ക് പഠിച്ചിട്ട് ശരിയാണെന്ന് തോന്നുന്നതിനെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് നല്ല മനസ്സിന്റെ അടയാളമല്ല. ഇനി എനിക്ക് ചിന്തിച്ചു നോക്കണം. പെട്ടെന്ന് മുസ്ലിംമാരെ വിശ്വാസം ഇല്ല എന്നങ്ങ് പറഞ്ഞോളൂ. ആരാണ് ഈ അവസ്ഥ ഉണ്ടാക്കിയെടുത്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയല്ല, ഒരു സംശയമാണ് എന്റേത്. നിങ്ങൾക്ക് അള്ളാഹു പോരെ എന്ന് പല അതടക്കേ, അത് വേറെ ഒന്ന് അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അത് വേറൊരു ആയത്താണ്. നിങ്ങളിപ്പോ 2 സംശയം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സമയം മിനിറ്റുകൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട്. ഈ മറുപടി നിങ്ങൾക്ക് മറുപടിയാണോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞു തന്നിരുന്നതുകൊണ്ട് ഇത് മറുപടി ആയിട്ടുണ്ടോ? ആയിട്ടുണ്ടോ? നിങ്ങൾ സംതൃപ്തനാണോ? മരിച്ചാൾ കേൾക്കുമോ? ഇപ്പൊ മരിച്ചാൾ കേൾക്കുമോ? അതൊക്കെ ഉറപ്പിക്കാനായിട്ടില്ല. എന്തേ? കുറച്ചുകൂടി അതിനെപ്പറ്റി പഠിക്കട്ടെ. എങ്ങനെയാ പഠിക്കങ്ങള്? ഈ പഠിക്കാൻ കുറെ ബാക്കിയുണ്ടല്ലോ. ഞാൻ പഠിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയാണ്. അല്ല, ഇതിപ്പോ എങ്ങനെയാണ് എതിരായിട്ട് നിങ്ങൾ പഠിത്തം നടത്തിയ? ഏത് രൂപത്തിലാണ്? ഏതെങ്കിലും വഹാബിനോട് ചോദിക്കലല്ലേ? അല്ല, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഖുർആന്റെ മുമ്പിൽ ഖുർആനുണ്ട്, അതിന്റെ തഫ്സീറുണ്ട്, അതിന്റെ കാര്യങ്ങളെ വിശദീകരിച്ച്. നിങ്ങൾക്ക് തഫ്സീർ വായിക്കാൻ അറിയോ? അറിയാം. നിങ്ങള് എന്ത് തഫ്സീർ അറിയാം? ഞാൻ ഇതിന്റെ തഫ്സീർ വായിക്കാം. അങ്ങനെ അറിയില്ല. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റുക അല്ല. വൽമൗത്തായ ബേസമുള്ള ഇന്നക്കലാ തുസ്മിൽ മൗത്തിന്റെ തഫ്സീർ ഞാൻ വായിക്കാം. നിങ്ങൾക്ക് തഫ്സീർ പഠിച്ചിട്ടല്ലേ ഈ ആയത്ത് മരിച്ചാൽ കേൾക്കോ ഇല്ലെന്ന് അറിയണ്ടേ? ഞാനൊരു 10 തഫ്സീർ നിങ്ങൾക്ക് വായിക്കാം. അല്ലെ നിങ്ങൾ വായിക്കും, ഞാൻ അർത്ഥം പറയാം. അല്ലെ ഞാൻ വായിക്കും, നിങ്ങൾ അർത്ഥം പറയാം. ഇപ്പം തന്നെ ആയിക്കോട്ടെ, നാളേക്ക് നോക്കണ്ട. ഈ ആയത്തിന് തഫ്സീറിൽ എന്ത് പറഞ്ഞെന്നല്ലേ അറിയേണ്ടത്? ഞാൻ തോൽപ്പിക്കുന്നല്ല സഹോദരൻ. എന്തിനാണെന്നറിയോ? ഇത് എന്റെ പ്രിയപ്പെട്ട ഹനീഫ് എന്ന് പറയുന്ന സുഹൃത്ത് ഇതിങ്ങനെ പറയുന്നത് ഒരു ഹനീഫിന്റെ മാത്രം സംസാരമായി ഞാനിത് മനസ്സിലാക്കുന്നില്ല. കേരളത്തിലുടനീളം ഒരുപാട് മുഖാമുഖങ്ങൾ നടത്തിവരുന്ന ഞങ്ങൾ സമാന ചിന്താഗതിയും സമാന സ്വഭാവവും വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകളെ ഞങ്ങൾ കാണുന്നുണ്ട്. അവർക്ക് വളരെ കൃത്യമായ തെളിവുകളോട് ഒന്നുകൂടി നോക്കണം. എന്താ നോക്കേണ്ടത്? തഫ്സീർ അറിയോ? ഇല്ല. പിന്നെ എങ്ങനെ നോക്കുക? അന്ന് അംഗീകരിക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് എന്ത് തഫ്സീർ, ഇതിലേത് തഫ്സീറാണ് നിങ്ങൾക്ക് നോക്കേണ്ടത്? ഞങ്ങളുടെ അടുത്ത് 20 തഫ്സീർ ഉണ്ട്. 20 തഫ്സീർ, 1 അല്ല 2 അല്ല 3 അല്ല ഡസനല്ല, 20 തഫ്സീർ ഇതിലുണ്ട്. ഈ 20 തഫ്സീർ എല്ലാ തഫ്സീറിനും നിങ്ങൾക്ക് ഇപ്പൊ തരാം. നിങ്ങൾ വായിച്ച് ഞാൻ അർത്ഥം വെക്കാം, അല്ല ഞാൻ വായിച്ച് നിങ്ങൾ അർത്ഥം വെക്കാം. എല്ലാ തഫ്സീറും പറയും മരിച്ചവർ കേൾക്കും. പോരെ? അത് മതിയോ നിങ്ങൾക്ക് തെളിവായിട്ട്? മതിയോ? പറയും, പ്രതികരിക്കും. നമുക്കിപ്പോ സംശയം തീരുക, അത് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഒരാളും മുഴുവനായിട്ട് പഠിച്ചതായിട്ടില്ല.
ഇവിടെ ഇരിക്കുന്നവര് ഞാനും നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാല് ചില സംശയങ്ങളുണ്ടാവും. അത് ഇപ്പോ നിങ്ങൾ ഈ 10-35 കൊല്ലം പഠിച്ചിട്ട് ഇനിയും മരിച്ചവർ കേൾക്കില്ല, നിങ്ങൾ പഠിച്ചെത്തിയിട്ടില്ല. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ മരിക്കുന്നതിനിടെ മരിച്ചവർ കേൾക്കില്ല എന്ന് തിരിയണ്ടേ? അതിനാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുള്ള മാർഗ്ഗം പറയുന്നത്. ഏതായാലും നിങ്ങൾ അത്രേ മനസ്സിലാക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് നിങ്ങൾ വിട്ടുതരും. അടുത്ത ചോദിച്ചോളൂ. എന്താ നിങ്ങൾ അംഗീകരിച്ചോ എന്ന് ചോദിക്കുന്നതിന് വിഷമമായതുകൊണ്ടാ? അതൊരു സ്വാഭാവികമായ സ്വദേശത്തോടെ ചോദ്യം, നിങ്ങളെ മോശപ്പെടുത്താനൊന്നുമില്ല. നിങ്ങൾക്ക് സംശയം എന്താ ചോദിക്കാം, രാത്രി പോയിട്ട് ചിന്തിച്ചാൽ മതി. ഇനി അടുത്ത ചോദ്യകർത്താക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. വരുന്ന വ്യാഴാഴ്ച അഥവാ മാർച്ച് മാസം 12-ാം തീയതി മുതൽ മാർച്ച് മാസം 15-ാം തീയതി വരെ, വ്യാഴം മുതൽ ഞായർ വരെ നീണ്ടു നിൽക്കുന്ന 4 ദിവസങ്ങളിൽ ചപ്പാരപ്പടവിൽ വലിയ ഒരു സമ്മേളനം നടക്കുകയാണ്. തളിപ്പറമ്പിൽ നിന്ന് 14 കിലോമീറ്റർ വടക്ക് ഭാഗത്ത് സ്ഥിതി എത്തിപ്പെടുന്ന ചപ്പാരപ്പടവ് എന്ന ഗ്രാമപ്രദേശത്തിൽ തലയുയർത്തി നിൽക്കുന്ന, കേരളത്തിൽ തന്നെ അഭിമാനമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് ഇർഫാനിയ അറബി കോളേജ്. 300-ൽ പരം ഫൈലിമാരെ ഈ കാലയളവിനുള്ളിൽ 23 വർഷം കൊണ്ട് ഈ സ്ഥാപനം കേരളത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈ മഹത്തായ സ്ഥാപനം അതിന്റെ 23-ാം വാർഷികം ആഘോഷിക്കുകയാണ് വരുന്ന 12 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ. നിങ്ങളെല്ലാവരെയും ആ സമ്മേളനത്തിലേക്ക് ഹാർദവമായി ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും സമ്മേളനത്തിലേക്ക് വരണമെന്നും ഒരു സാധാരണ സ്വഭാവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം പഠന ക്ലാസുകളും അതുപോലെ നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി അവിടെ നൽകപ്പെടുന്നുണ്ട്. മാത്രമല്ല ഞായറാഴ്ച സമാപന ദിവസം ഒരുപാട് മുത്തുമുമ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി മണിക്കൂറുകളോളം പാതിരാ സമയത്ത് ആത്മീയമായി ദിക്റുകളും ദുആകളും നടത്തുന്ന ആത്മീയ സമ്മേളനമുണ്ട്. അതിലേക്കൊക്കെ നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ്. മുഹീദ്ദീൻ മാലിനെ പറ്റിയോ മറ്റോ ആരെങ്കിലും ചോദിക്കാം. ആരും ചോദിക്കാനില്ല എന്നുള്ളത് മുജാഹിദുകളുടെയൊക്കെ ഈ രംഗത്തുള്ള പിന്മാറ്റമായി, പരാജയമായിയുടെ സമ്മേളനം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മഹത്തായ യോഗത്തിന് ആശംസ നേരാൻ വേണ്ടി